السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. الحمد لله الخالق البارئ المصور العزيز الحكيم الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر العليم. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين ينفقون أموالهم بالليل والنهار سرا وعلانية فلهم أجرهم عند ربهم فلا خوف عليهم ولا هم يحزنون. وقال نبينا وحبيبنا محمد صلى الله عليه وسلم: الساعي على الأرملة والمساكين كالمجاهد في سبيل الله. صدق رسول الله صلى الله عليه وسلم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا قلبي على حدي فأنت نور الهدى في كل كائنتي وأنت سر الندى يا خير معتمدي وأنت حقا غياث الخلق أجمعهم وأنت هادي الورى لله ذي السدد. يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد. كل شفيع بنا رحمن من زللي ظن علي بما لا كان في خلدي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ഏറ്റവും ബഹുമാനാദരോട് നിറഞ്ഞ ഈ പരിപാടിയുടെ പ്രാർത്ഥന നടത്തിയ KC കുഞ്ഞാലി മുസ്ലിയാർ, സ്വാഗത ഭാഷണം നടത്തിയ യൂനുസ് വാഫി, അധ്യക്ഷപദമായി അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട നിഹാദ് വാഫി, ഏറ്റവും ബഹുമാനാദരോട് നിറഞ്ഞ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാന്യരായ സ്റ്റേജിലിരിക്കുന്ന ഉസ്താദുമാർ, നേതാക്കൾ,
എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദര സഹോദരിമാർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ഒത്തുകൂടൽ അവൻ പൊരുത്തപ്പെട്ട ഒരു അമലാക്കി നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. പരിശുദ്ധമായ മജ്‌ലിസുൻ നൂറിൻ്റെയും സഹചാരി സെൻ്ററിൻ്റെയും വാർഷിക വേദിയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു ഈ പ്രവർത്തനങ്ങളൊക്കെ നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ, അർഹിക്കുന്ന പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അതൊക്കെ നാളെയുടെ വിജയത്തിന് കാരണമാക്കുന്ന അമലുകളാക്കി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. പരിശുദ്ധ ദീനിന്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് മരണം വരെ ആത്മാർത്ഥമായി ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു ആഫിയത്തും ഖുവ്വത്തും തൗഫീഖും ഹിമ്മത്തും എല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനികളെ, SKSS കരുളായി ശാഖ സഹചാരി സെൻ്ററിൻ്റെ വാർഷികവും മജ്‌ലിസുൻ നൂറിൻ്റെ വാർഷികവും സംയുക്തമായി നടത്തപ്പെടുന്ന വേദിയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, ഇത് വല്ലാത്തൊരു സൗഭാഗ്യത്തിൻ്റെ നിമിഷമാണ്. സഹചാരി സെൻ്റർ എന്ന് പറയുമ്പോൾ തന്നെ തൻ്റെ സഹജീവിയോട് ചേർന്ന് ചാരി നിന്ന് അവർക്ക് വേണ്ടത് നമ്മെക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നൽകുന്ന ഒരു സംവിധാനമാണല്ലോ സഹചാരി. ഒരു ഭാഗത്ത് സമുദായത്തിന് വേണ്ട അവർ ആഗ്രഹിക്കുന്ന, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുന്ന സഹചാരി സെൻ്ററും, മറ്റൊരു ഭാഗത്ത് നമ്മുടെ ആത്മീയമായ പുരോഗതിക്ക്, നാളെയുടെ വിജയത്തിന് അള്ളാഹുവിൻ്റെ ഔലിയാക്കളോടുള്ള അദമ്യമായ സ്നേഹം പ്രകടിപ്പിക്കുന്ന മജ്‌ലിസുൻ നൂറും, രണ്ടും സംയുക്തമായി അതിൻ്റെ വാർഷികം നടത്തപ്പെടുകയാണ്. അൽഹംദുലില്ലാഹ്, വല്ലാത്തൊരു സന്തോഷത്തിൻ്റെ നിമിഷമാണ്. അല്ലാഹു ഈ പ്രവർത്തനങ്ങളൊക്കെ നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. ഒരു വലിയ തൗഫീഖാണ് സഹചാരി, അതിൻ്റെ പ്രവർത്തനങ്ങൾ. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ സൂചന തന്നു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോയാൽ വേണ്ട, നിലമ്പൂരുള്ള നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാൽ, പേര് കേട്ട ഏത് ഹോസ്പിറ്റലുകളിലും പോയാൽ അവിടെയൊക്കെ സഹചാരിയുടെ പ്രവർത്തകർ ഊണും ഉറക്കവും ഒഴിച്ച് കഷ്ടപ്പെട്ടുകൊണ്ട് നമ്മെപ്പോലെ കുടുംബത്തെ കൂടെ കഴിയേണ്ടവർ, നാട്ടിലിറങ്ങി ജോലി ചെയ്യേണ്ടവർ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് പാവപ്പെട്ട രോഗികൾ അവിടേക്ക് വരുമ്പോൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ അവിടെയുണ്ട്. സഹചാരിയുടെ പ്രൊഡക്റ്റാണത്. വിഷമഘട്ടത്തിൽ വിഷമിച്ച് ആരും കൂടെയില്ലാതെ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് അതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലത്തെ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ കരുളായി ശാഖ SKSSFൻ്റെ കീഴിൽ തന്നെ ഒരുപാട് രോഗികൾക്ക്, നിത്യ രോഗികളായി കഴിയുന്നവർക്ക് ചികിത്സാ ഫണ്ട് നൽകി വരുന്നുണ്ട്. ഒരു മാസത്തെ മരുന്നിന് വേണ്ട പൈസ രഹസ്യമായി അവർ കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന സംവിധാനം ഇന്നിവിടെ നിലനിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, ഇത് വലിയ തൗഫീഖാണ്, വലിയ സൗഭാഗ്യമാണ്. ആരാണ് എപ്പോഴാണ് ഇത്തരം മറ്റുള്ളവരുടെ സഹായത്തിന് അടിമപ്പെട്ടു പോകേണ്ടതെന്ന് അറിയില്ലല്ലോ. എല്ലാവരും കൂടിയിരുന്നു കൊണ്ട് ഈ ഒരു പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ ദൗത്യമാണ്. ഇതിനു വേണ്ടി ഒരു നാണയത്തൊട്ട് നമ്മൾ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല, നഷ്ടപ്പെട്ടു പോകാനില്ല. അത് നമുക്ക് നാളെ അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യും. വലിയ സൗഭാഗ്യമാണ്. പരിശുദ്ധ ഖുർആൻ അതിലേക്കാണ് സൂചന തന്നത്. ഞാൻ ഓതി വെച്ച ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാരി സിർറൻ വഅലാനിയ. രഹസ്യമായി പരസ്യമായി തന്റെ സമ്പത്ത് മുഴുവന് സമുദായത്തിന് വേണ്ടി ചെലവഴിക്കുന്നവര്, രാത്രികളിലും പകലിലുമായി രഹസ്യവും പരസ്യവുമായി തന്റെ സമ്പത്ത് ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ആളുകളുണ്ട്. ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഒരു രൂപ, ഒരു നാണയത്തൊട്ട് ഇതിനു വേണ്ടി പരിശുദ്ധ ദീനിന്റെ മാർഗത്തിൽ അവർ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അതവർക്ക് നഷ്ടപ്പെട്ടു പോകാനില്ല. ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അതിന്റെ പ്രതിഫലം അവരുടെ റബ്ബിന്റെ അടുക്കൽ സ്ഥിരപ്പെട്ടു പോയി. ഒരു റുപ്പിക സഹചാരിക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ
പാവപ്പെട്ട രോഗിയോട് ഒരു നേരത്തെ മരുന്നിന് വേണ്ടി ഒരു നാണയത്തുട്ട് നിങ്ങൾ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാനില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ഖുർആനിലൂടെയാണ് പറയുന്നത്, ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അതിന്റെ പ്രതിഫലം റബ്ബിന്റെ മുമ്പിൽ അവർക്ക് സ്ഥിരപ്പെട്ടു പോയി. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, നഷ്ടപ്പെട്ടു പോയി എന്ന് ആലോചിച്ച് ദുഃഖിക്കേണ്ടതില്ല, അവർ പേടിപ്പെടേണ്ടതില്ല. അതിന്റെ പ്രതിഫലം അവർ കണ്ടുകൊണ്ടിരിക്കുമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നല്ല സൗഭാഗ്യമാണ്. സഹചാരിക്ക് വേണ്ടി നമ്മൾ ഒരു രൂപ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, നമുക്ക് നാളെയുടെ ഒരു ഡെപ്പോസിറ്റാണത്, ആഖിറത്തിലേക്കുള്ള ഡെപ്പോസിറ്റാണ്. അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹ്. ഒരു റുപ്പിക പരിശുദ്ധ ദീനിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, തജിദൂഹു ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ അത് നിങ്ങൾക്ക് എത്തിക്കുന്നതാണ്. വഹുവ ഖൈറൻ വഅഅലമു അജ്റാ. ഒരു റുപ്പികയാണ് നിങ്ങൾ ചെലവഴിച്ചതെങ്കിൽ അതിനെ 70-700 ഇരട്ടിയാക്കി അല്ലാഹു നിങ്ങളെ കൈകളിലേക്ക് നാളെ തിരിച്ചു തരുമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ഒരു റുപ്പിക ചെലവഴിച്ചെങ്കിൽ നാളെയുടെ ഡെപ്പോസിറ്റാണത്, ആഖിറത്തിലേക്കുള്ള ഡെപ്പോസിറ്റാണത്. ഒരു രോഗിയുടെ ഒരു നേരത്തെ മരുന്നിന് വേണ്ടി ചികിത്സാ സഹായം നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, കണ്ണീരൊഴുക്കി ഒരു രോഗി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, ആ കണ്ണീരിന്റെ ഉപ്പുരുചി നമ്മുടെ വിജയത്തിന് കാരണമാണ്. ആ കണ്ണീരിൽ കുതിർന്നുകൊണ്ടൊരു രോഗി പ്രാർത്ഥിച്ചുവെങ്കിൽ അത് നമ്മുടെ വിജയത്തിന് നിദാനമാണ്. അൽഹംദുലില്ലാഹ്, ഒരാളെ ജീവിതത്തിൽ നമ്മെക്കൊണ്ട് ആശ്വസിക്കാൻ കഴിഞ്ഞെങ്കിൽ, ഒരു രോഗിക്ക് നമ്മെക്കൊണ്ട് ആശ്വാസം എടുക്കാൻ കഴിഞ്ഞെങ്കിൽ അൽഹംദുലില്ലാഹ്, നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ വിജയം അവിടെയാണ്. അതാണ് സഹചാരി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കൊടുക്കുന്നതിനെ 10 മടങ്ങായി അല്ലാഹു വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അല്ലാഹു ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുന്ന യംഹഖുല്ലാഹുൽ റിബാ വയുർബിസ് സ്വദഖാത്ത്, സ്വതക്കയെ വളർത്തിക്കൊണ്ടിരിക്കുന്ന പണിയാണ് അല്ലാഹു ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇരട്ടിയായി അല്ലാഹു തിരിച്ചു തരുന്ന പണിയാണ്. പരിശുദ്ധ ദീനിന്റെ മാർഗത്തിൽ നമ്മൾ പണം ചെലവഴിക്കുമ്പോൾ അല്ലാഹു നമുക്ക് തിരിച്ചു തരുന്നത് എങ്ങനെയാണ്? ദീനിന്റെ വഴിയിൽ നമ്മൾ എന്തെങ്കിലും ചെലവഴിച്ചാൽ അത് ഇരട്ടിയായിട്ട് അല്ലാഹു നമുക്ക് തിരിച്ചു തരും. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുണ്യനബിയുടെ കുടുംബത്തിൽപ്പെട്ട ചിലരൊരു ആടിനെ അറുത്തതിന് ശേഷം പുണ്യനബി അവിടേക്ക് കടന്നു ചെല്ലുന്നു. പുണ്യനബി ആ സവിധത്തിലേക്ക് കടന്നു ചെന്നിട്ട് ചോദിക്കുന്നു, നിങ്ങളൊരു ആടിനെ അറുത്തുവല്ലോ, ആടിനെ അറുത്ത് അത് നിങ്ങൾ അതിനെ ശരിയാക്കി, അതിന്റെ എല്ലാം ശരിയാക്കി നിങ്ങൾ കിടത്തിയിരുന്നല്ലോ. എന്താണ് അതിൽ ബാക്കിയുള്ളത്? ആടിന്റെ വല്ലതും ഇനി ബാക്കിയുണ്ടോ? എന്താണ് നിങ്ങളത് ചെയ്തത്? മഹദിയായ ആയിഷ ബിവി പറയുന്നുണ്ട്, മാ ബഖിയ മിൻകാ ഇല്ലാ കത്ഫുഹാ. നബിയെ, ഞങ്ങൾ ആടിനറുത്തിരുന്നു, അതിനെ പാകപ്പെടുത്തിയിരുന്നു. അതിന്റെ ഒരു തോളല് മാത്രമാണ് ബാക്കിയുള്ളത്, ഒരു കുറക് മാത്രമാണ് ബാക്കിയുള്ളത്. ബാക്കി മുഴുവൻ ഞങ്ങൾ സ്വതക്ക ചെയ്തു എന്ന് പറഞ്ഞപ്പോ ഒരു തോളല് മാത്രമാണ് ബാക്കിയുള്ളത്, ബാക്കി മുഴുവൻ ഞങ്ങൾ സ്വതക്ക ചെയ്തു. ഈ സമയത്ത് പുണ്യനബി പറയുന്നു, ആയിഷ തോളല്ല ബാക്കിയുള്ളത്, ഒരു കുറകല്ല ഇവിടെ ബാക്കിയുള്ളത്. നിങ്ങളൊരു ആടിനെ അറുത്തിരുന്നുവല്ലോ, ആടിനറുത്ത് അതിന്റെ മാംസം നിങ്ങൾ വിതരണം ചെയ്തുവല്ലോ, സാധുക്കൾക്ക് കൊടുത്തുവല്ലോ, പാവങ്ങൾക്ക് നിങ്ങൾ കൊടുത്തുവല്ലോ. ആളുകളുടെ കൈകളിലേക്ക് ദത്തലോടുകൂടി നിങ്ങൾ വിചാരിച്ചത് അതെല്ലാം കഴിഞ്ഞു, തീർന്നു പോയി എന്ന് നിങ്ങൾ വിചാരിച്ചുവെങ്കിൽ അത് തീർത്തും തെറ്റാണ്. മഹദിയായ ആയിഷ ബീവിക്ക് പുണ്യനബി തിരുത്തി കൊടുക്കുന്നു, ബഖിയ കുല്ലുഹാ. ആയിഷ, ആട് നശിച്ചു പോയിട്ടില്ല, തീർന്നു പോയിട്ടില്ല, ആട് മുഴുവൻ ഇവിടെ ബാക്കിയുണ്ട്. അതിന്റെ തോളല് മാത്രമാണ് തീർന്നു പോയത്. നമ്മൾ തിന്നലോടുകൂടി നമ്മൾ
നമ്മൾ കഴിക്കലോടുകൂടി തോളല് തീർന്നു പോയി, അതിന്റെ എല്ലാം കഴിഞ്ഞു പോയി. അതേ സമയത്ത് ബാക്കിയുള്ള ഭാഗങ്ങള് പാവങ്ങൾക്ക് നമ്മൾ വിതരണം ചെയ്തില്ലേ, പാവങ്ങൾക്ക് നമ്മൾ കഴിക്കാൻ കൊടുത്തില്ലേ, ആ സ്വതക്കയുടെ കൂലി ഇവിടെ സ്ഥിരപ്പെട്ടു പോയി. ആടിന്റെ എല്ലാ ഭാഗവും നിങ്ങൾ സ്വതക്ക ചെയ്തതിന്റെ കൂലി അതിവിടെ സ്ഥിരപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് ആട് തീർന്നു പോയിട്ടില്ല ആയിഷ. അതാണ് ദീനിന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്താൽ, ദീനിന്റെ വഴിയിൽ സ്വതക്ക ചെയ്താൽ അത് നശിച്ചു പോവുകയല്ല, നാളേക്ക് ഡെപ്പോസിറ്റ് നടത്തുകയാണ്. നമ്മള് ബാങ്ക് അക്കൗണ്ടിലേക്ക് നമ്മൾ കൊണ്ടുപോയി നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ നാണയത്തൊട്ട് കൊണ്ട് നടക്കുന്നത് പോലെ നാളെയുടെ അക്കൗണ്ട് തുറന്നു നോക്കുമ്പോ റബ്ബിന്റെ കോടതിയിൽ ഞാനും നിങ്ങളും വരുന്ന സമയത്ത് നമ്മുടെ നന്മയുടെ അക്കൗണ്ട് തുറന്നു നോക്കുമ്പോ സഹചാരിക്ക് വേണ്ടി കൊടുത്ത നാണയത്തൊട്ടുകൾ അവിടെ കാണാൻ കഴിയാം. സഹചാരിക്ക് വേണ്ടി, SKSSF വേണ്ടി, ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, ഇവിടേക്ക് വേണ്ട ആവശ്യ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് ₹1 നിങ്ങൾ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നാളെ ആഖിറത്തിൽ വരുന്ന സമയത്ത് നമ്മുടെ നന്മയുടെ അക്കൗണ്ട് തുറന്നു നോക്കുമ്പോ അതിൽ നമ്മുടെ ഡെപ്പോസിറ്റ് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു നമ്മിൽ നിന്ന് പൂർണ്ണാർത്ഥത്തിൽ പരിപൂർണമായി കബൂലാക്കട്ടെ. ഒരുപാട് നന്മകൾ നമ്മൾ ചെയ്യണം. SKSSF നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് സഹചാരിക്ക് കീഴില്, സഹചാരിയുടെ കീഴിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അശരണർക്ക് ശരണമാകാൻ നമ്മളെ കൊണ്ട് കഴിയണം. പാവപ്പെട്ടവർക്ക് അത്താണിയാവാൻ നമ്മളെ കൊണ്ട് കഴിയണം. അനാഥർക്ക് സനാഥത്വം ഉടയാൻ, അനാഥർക്ക് നാഥനായി മാറാൻ നമ്മളെ കൊണ്ട് കഴിയണം. അതുപോലെ അനാഥരായി കഴിയുന്നവർക്ക് ആശ്രയിക്കാൻ, ആശ്രയമറിയാൻ നമ്മളെ കൊണ്ട് കഴിയണം. ആരംഭഹീനർക്ക് അവലംബമാവാൻ നമ്മളെ കൊണ്ട് കഴിയണം. നമ്മുടെ പ്രവർത്തകർ ബക്കറ്റുമായി സമീപിക്കുന്നുണ്ട്. നിങ്ങൾ കാര്യമായി സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്താണ്. സഹചാരിക്ക് വേണ്ടിയാണ്, SKSSF വേണ്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ₹1 നമ്മൾ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ നാളേക്കുള്ള ഡെപ്പോസിറ്റാണത്. ഒന്നും നഷ്ടപ്പെട്ടു പോകാനില്ല ഇൻഷാ അല്ലാഹ്. നമുക്ക് നാളെ ആഖിറത്തിൽ വരുമ്പോൾ നമ്മുടെ അക്കൗണ്ട് തുറന്നു നോക്കുമ്പോൾ SKSSF വേണ്ടി, ഇതിൻ്റെ സഹചാരിക്ക് വേണ്ടി വാർഷികം നടത്തുന്ന സമയത്ത് ആ ബക്കറ്റിലേക്കിട്ട ഒരു നാണയത്തൊട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും ഇൻഷാ അല്ലാഹ്. കാര്യമായി നിങ്ങൾ സഹകരിക്കണം. ഇത്തരം പരിപാടികൾ നടത്തുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ബക്കറ്റ് കളക്ഷനുകൾ മാത്രമാണ് ഇതിൻ്റെയൊക്കെ പ്രവർത്തനത്തിന് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. കാര്യമായി സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, അനാഥർക്ക് സനാഥത്വമുടയാൻ, ആലംബഹീനർക്ക് അവലംബമാവാൻ, അഗതികൾക്ക് അനാഥകൾക്ക് അനാഥത്വത്തിന്റെ കുളിരേഖ നമ്മളെ കൊണ്ട് നാഥനായി നിന്നുകൊണ്ട് അനാഥത്വത്തിന്റെ കയ്പ് നേരെ മാറ്റിക്കൊണ്ട് സനാഥത്വം അവർക്കരുളാൻ കഴിഞ്ഞെങ്കിൽ അൽഹംദുലില്ലാഹ്, അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത്. ആരെയും നമ്മൾ മാറ്റി നിർത്തരുത്, ആരെയും നമ്മൾ മാറ്റി നിർത്തരുത്. പാവപ്പെട്ടവരെവിടെയുണ്ടോ അവരെ നമ്മൾ കണ്ടറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ട സൗകര്യം ഒരുക്കി കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പുണ്യനബി പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, പാവങ്ങളായ മിസ്കീന്മാർ, പാവങ്ങളായ അഗതികൾ, അനാഥകള്, പാവങ്ങളായ വിധവകള്, ഭർത്താവ് മരണപ്പെട്ടു പോയി വിധവകളായി വീടിന്റെ ഉള്ളറകളിൽ കയ്പ് നീര് കടിച്ചമർത്തിക്കൊണ്ട് പ്രയാസപ്പെട്ട് കഴിയുന്ന പ്രിയപ്പെട്ടവര്, അതുപോലെ തന്നെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന പാവങ്ങളായ ആളുകള്, അവരെ സഹായിക്കുന്ന മനുഷ്യരെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്ന കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ യോദ്ധാക്കളെ പോലെയാണ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരെ പോലെയാണ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ പടപൊരുതുന്നവരെ പോലെയാണ്. അല്ലാഹുവിന്റെ ദീനിനെ ഓർത്തുകൊണ്ട് ഈ പരിശുദ്ധരായ വിധവകളെയും മിസ്കീന്മാരെയും പാവപ്പെട്ടവരെയും സഹായിക്കുന്നവരെ സഹായിക്കുന്ന കാലത്തോളം അല്ലാഹുവിന്റെ മാർഗത്തിൽ പടപൊരുതുന്നവനെ പോലെയാണെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ ദൗത്യാണത്, തീർന്നില്ല. മറ്റു ഹദീസിൽ കാണാം, പാവങ്ങളെ സഹായിക്കുന്ന ഒരു മനുഷ്യനെ മുറിക്കാതെ നിത്യവും നോമ്പനുഷ്ഠിക്കുന്നവനെ പോലെയാണ്. എന്നും നോമ്പനുഷ്ഠിക്കുന്ന ഒരു മനുഷ്യന്റെ പ്രതിഫലം അല്ലാഹു അവർക്ക് കൊടുക്കുന്നു. ക്ഷീണിക്കാതെ നിന്ന് നിസ്കരിക്കുന്ന മനുഷ്യന്റെ പ്രതിഫലവും അല്ലാഹു അവനക്ക് കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ കിട്ടലാണ്, വലിയ ലാഭമാണത്. പാവപ്പെട്ടവരെ സഹായിക്കുന്നവർ, നാട്ടിലെ പാവങ്ങളെ കണ്ടറിഞ്ഞുകൊണ്ട് ഒരു നേരത്തെ അന്നം കൊടുക്കുന്നവരെ, രോഗികളായി കഴിയുന്നവർക്ക് നമ്മക്കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യുന്നവരെ, ഒരു നേരത്തെ മരുന്നിന് വേണ്ടത് കൊടുക്കുന്നവരെ, അൽഹംദുലില്ലാഹ് SKSSFന്റെ സഹചാരിയുടെ ഫണ്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തുകൊണ്ട് അതിനെ സഹായിക്കുന്ന ആളുകൾ അൽഹംദുലില്ലാഹ് അതിലേക്ക് നമ്മൾ പണം കൊടുത്തുകൊണ്ടിരിക്കുന്ന കാലത്തോളം കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ പടപൊരുതുന്നവനെ പോലെ, ജിഹാദ് നടത്തിക്കൊണ്ടിരിക്കുന്നവനെ പോലെയാണെന്ന് അല്ലാഹുവിന്റെ തിരു ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ സൗഭാഗ്യമാണത്. അല്ലാഹു നമുക്കതിന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമുക്ക് അത്തരം നല്ല സംരംഭങ്ങളെ സഹായിക്കാൻ, അതിനോട് സഹകരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. വലിയ ഭാഗ്യമാണത്. അത്തരം നല്ല സദസ്സുകൾ, അത്തരം നല്ല മാർഗങ്ങൾ, അതിലേക്ക് പണം ചെലവഴിക്കാൻ അല്ലാഹു നമുക്ക് വലിയ തൗഫീഖാണ് തന്നിട്ടുള്ളത്. അതിനുള്ളൊരു മാർഗമാണ് സഹചാരി, SKSSFന്റെ സഹചാരി ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. പാവങ്ങളെ നമ്മൾ പരിഗണിക്കണം, പാവങ്ങളെ നമ്മൾ പരിഗണിക്കണം. പാവങ്ങളെ കൊണ്ടാണ് പലതും ഇവിടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പല കാര്യങ്ങളും അല്ലാഹുവോട് നടത്തിക്കൊണ്ടിരിക്കുന്നത് നാട്ടിലുള്ള പാവങ്ങളെ കൊണ്ടാണ്, അവരുടെ പ്രാർത്ഥനകളെ കൊണ്ടാണ്. അവരില്ലായിരുന്നെങ്കിൽ ഇവിടെ പലതും സംഭവിച്ചു പോകും. ബഹുമാനപ്പെട്ട മുസ്അബ് ഇബ്നു സഅദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ബഹുമാനപ്പെട്ടവർ ഒരു ദിവസം അന്ന ലഹു ഫളൻ അലാ മൻ ദൂനഹു മിൻ അസ്ഹാബി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട വലിയൊരു പേര് കേട്ട മഹാനായ സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട മുസ്അബ് ഇബ്നു സഅദ് റളിയല്ലാഹു തആല അൻഹു. ബഹുമാനപ്പെട്ടവർ ഒരു ദിവസം ഇരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവർ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു പോയി. വിചാരിച്ചത് മറ്റുള്ളവർക്കില്ലാത്ത എന്തോ പ്രത്യേകത എനിക്കുണ്ട്, മറ്റുള്ളവർക്കില്ലാത്ത എന്തോ ഒരു പ്രത്യേകത എനിക്കുണ്ട്, മറ്റുള്ള സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ എനിക്കെന്തോ ഒരു പ്രത്യേകതയുണ്ട്, ഞാനൊരു വലിയ ആളാണെന്ന് മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു പോയപ്പോ പെട്ടെന്ന് പുണ്യനബിയുടെ തർബിയത്തിന്റെ വാതിൽ തുറക്കുകയാണ്. പുണ്യനബി പറഞ്ഞു കൊടുക്കുന്നു, ഇന്നമാ യൻസുറുല്ലാഹു ഹാദിഹിൽ ഉമ്മത ബിദഈഫിഹാ ബിദഅവാതിഹിം വസലവാതിഹിം വഇഖ്ലാസിഹിം. വലിയ ആളുകളായി ദുനിയാവിലൂടെ നടന്നിട്ട് കാര്യമില്ല, വലിയ ആളുകളായി നടന്നിട്ട് കാര്യമില്ല. അല്ലാഹു ഈ ഉമ്മത്തിനെ സഹായിക്കുന്നത്, ഈ ഉമ്മത്തിലുള്ള പാവപ്പെട്ടവരുണ്ട്, ഈ ഉമ്മത്തിലുള്ള രോഗികളുണ്ട്, ഈ ഉമ്മത്തിൽ കഷ്ടപ്പെട്ടുകൊണ്ട് കഴിയുന്നവരുണ്ട്, പാവങ്ങളായി കഴിയുന്ന ഒരുപാട് ആളുകൾ ഈ ഉമ്മത്തിലുണ്ട്. ആ ഉമ്മത്തിലുള്ള പാപങ്ങളെ കൊണ്ട്, അവരുടെ പ്രാർത്ഥനകളെ കൊണ്ട്, അവരുടെ നിസ്കാരങ്ങളെ കൊണ്ട്, അവരുടെ ഇഖ്ലാസ് കൊണ്ട് അല്ലാഹുവിലേക്ക് കരമുയർത്തി പ്രാർത്ഥിച്ച് ഇഖ്ലാസോടുകൂടി റബ്ബിന്റെ ദർബാറിലേക്ക് കരമുയർത്തിക്കൊണ്ട് പാവപ്പെട്ട ആളുകള് കഷ്ടപ്പാട് അനുഭവിക്കുമ്പോ, രോഗത്തിൽ കടന്നുകൊണ്ട് വിഷമിക്കുമ്പോ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കരമുയർത്തിക്കൊണ്ട് കണ്ണീരൊഴുക്കിക്കൊണ്ട് കരള് വിതുമ്പിക്കൊണ്ട് റബ്ബിലേക്ക് പ്രാർത്ഥിക്കുന്ന പാവപ്പെട്ട ഒരുപാട് ജനവിഭാഗം ഇവിടെ കഴിഞ്ഞു പോകുന്നുണ്ട്. ഒരു പക്ഷേ അവരെ പത്രമാധ്യമങ്ങളിൽ കണ്ടുകൊള്ളണമെന്നില്ല, ചാനലുകളിൽ അവരെ ചർച്ച ചെയ്തു കൊള്ളണമെന്നില്ല, ിൽ അവരെ ചർച്ച ചെയ്തു കൊള്ളണമെന്നില്ല, പൊതുവേദിയിൽ അവരെ കണ്ടുകൊള്ളണമെന്നില്ല, നോട്ടീസുകളിൽ അവരെ പേര് കണ്ടുകൊള്ളണമെന്നില്ല, നാലാളുകൾ അവരെ കുറിച്ച് പറഞ്ഞുകൊള്ളണമെന്നില്ല. അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് കഴിയുന്ന പാവപ്പെട്ട ഒരുപാട് ജനവിഭാഗം ഇവിടെയുണ്ട്. വീടിന്റെ ഉള്ളറയിൽ അവരുടെ വീടിന്റെ കഥകടച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് കരമുയർത്തിക്കൊണ്ട് റബ്ബിലേക്ക് ഹൃദയം തിരിച്ചു വെച്ചുകൊണ്ട് കണ്ണീരൊഴുക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു ജനവിഭാഗം എവിടെയുണ്ട്. അവരെ കൊണ്ടാണ് ഈ ഭൂമി നിലനിൽക്കുന്നത്, അവരെ കൊണ്ടാണ് ഭൂമിയുടെ സന്തുലിതാവസ്ഥ ഇവിടെ നിലകൊള്ളുന്നത്. ഇതില്ലായിരുന്നുവെങ്കിൽ, എല്ലാവരും നേതാക്കളായിരുന്നെങ്കിൽ, എല്ലാവരും വലിയവരായിരുന്നെങ്കിൽ ഈ സംവിധാനം ഇവിടെ തകർന്നു പോകുമായിരുന്നു. എന്തൊക്കെ കോപ്രാട്ടിത്തരങ്ങളാണ് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. എവിടെയൊക്കെയോ അനാചാരങ്ങള്, അരാജകത്വങ്ങള് കണ്ടുകൊണ്ടിരിക്കുമ്പോ ഒരിക്കലും തന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്ത പലതും നമ്മൾ കാണുമ്പോഴും ലോകത്തിന് പ്രശ്നങ്ങളില്ല, ഭൂമിക്ക് പ്രശ്നങ്ങളില്ല, ഭൂമി അതിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അല്ലാഹുവിന്റെ റഹ്മത്ത് ഭൂമിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഭൂമിയിൽ റഹ്മത്ത് നിന്ന് പോയിട്ടില്ല. കാരണം എന്താണെന്നറിയോ? പാവങ്ങളായ ഒരു ജനവിഭാഗം ഇവിടെയുണ്ട്.
പാവങ്ങളായ ഒരു ജനവിഭാഗം ഇവിടെയുണ്ട്. കഷ്ടപ്പാട് അനുഭവിക്കുന്നവരാണ്. ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്തവരാണ്. ഒരുപാട് രോഗം കടിച്ചമർത്തി പിടിച്ചുകൊണ്ട് പ്രയാസത്തിന്റെ കയ്പ് നീരിൽ ജീവിക്കുന്ന ഒരുപാട് പാപങ്ങൾ ഇവിടെയുണ്ട്. അവര് വീടിന്റെ ഉള്ളറയിൽ ഇരുന്നുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ ജനങ്ങളെ കിടന്നിറങ്ങുന്ന സമയത്ത് ഉറങ്ങാതെ ഉണർന്നിരുന്നുകൊണ്ട് ഹൃദയം സജീവതയിലിരുന്നു കൊണ്ട് റബ്ബിലേക്ക് പ്രാർത്ഥിക്കുന്ന ഒരു ജനവിഭാഗം അവിടെ ഉണ്ടായതുകൊണ്ടാണ്, പാവങ്ങൾ ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലകൊള്ളുന്നത്. ഇല്ലായിരുന്നുവെങ്കിൽ ഇതിന്റെ അവസ്ഥ എന്തായിരുന്നോ? ഭൂമിയുടെ അവസ്ഥ എന്തായിരുന്നോ? അവസ്ഥ എന്താ? പത്രമാധ്യമങ്ങൾ മറിച്ചു നോക്കിയാൽ നമ്മൾ കാണാൻ കഴിയും. സോഷ്യൽ മീഡിയകൾ തുറന്നു നോക്കിയാൽ നമുക്ക് പലതും കാണാൻ കഴിയുന്നുണ്ട്. ഒന്നും വേണ്ട, ഒരു സ്കൂളിന്റെ മുറ്റത്ത് പോയി നിന്നാൽ മതി, ഒരു ദിവസം പോയി നിന്നാൽ മതി. അവിടുത്തെ അവസ്ഥകൾ നമുക്കറിയാമല്ലോ. പിഞ്ചു കുട്ടികൾ പോലും മയക്കുമരുന്നിന് അടിമപ്പെടുന്ന കാലം, ലഹരിക്ക് അടിമപ്പെടുന്ന കാലം, ഭിഷ്യാവൃത്തികൾക്ക് ലോകം കവാടങ്ങൾ തുറന്നു കൊടുത്തുകൊണ്ടിരിക്കുന്ന കാലം, എവിടെയും അനാചാരങ്ങൾ കൊടികുത്തി വീഴുന്ന കാലം, ഹക്കിനെ നോക്കിയാൽ പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയാതെ ഹക്കിന്റെ ആളുകൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു പ്രത്യേക കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഇപ്പോഴും അല്ലാഹുവിന്റെ റഹ്മത്ത് നിന്ന് പോയിട്ടില്ല. അതിന്റെ കാരണം അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജനവിഭാഗം ഇവിടെയുണ്ട്. ഒരുപാട് കഷ്ടപ്പാട് അവർ സഹിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴും ഹൃദയത്തിന്റെ ഉള്ളറയിൽ ഇന്നല്ലെങ്കിൽ എന്റെ റബ്ബ് നാളെ എനിക്ക് പരിഹാരം തരുമെന്ന പ്രതീക്ഷയോടുകൂടി അല്ലാഹുവിലേക്ക് കരമുയർത്തി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗം ഇവിടെയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഒരു പ്രശ്നവുമില്ലാതെ നിലകൊണ്ടു പോകുന്നത്. പാവങ്ങളെ നമ്മൾ പരിഗണിക്കണേ, അവരെ കൊണ്ടാണ് നമ്മൾ നിലനിന്ന് പോകുന്നത്. രോഗികളെ നമ്മൾ പരിഗണിക്കണേ, അവരെ കൊണ്ടാണ് നമ്മൾ നിലനിന്ന് പോകുന്നത്. അവരുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയിലാണ് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നത്. അവരെ അവഗണിക്കല്ല, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അതാണ് സഹചാരി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാവങ്ങളെ കണ്ടുപിടിക്കുന്ന, അവർക്ക് വേണ്ട ആവശ്യങ്ങൾ മനസ്സിലാക്കുന്ന, അവർക്ക് വീൽ ചെയറാണ് വേണ്ടതെങ്കിൽ അത് എത്തിച്ചു കൊടുക്കുന്നു, മരുന്നാണ് വേണ്ടതെങ്കിൽ മരുന്ന് എത്തിച്ചു കൊടുക്കുന്നു, ചികിത്സാ സഹായമായി പണമാണ് വേണ്ടതെങ്കിൽ അതവർക്ക് എത്തിച്ചു കൊടുക്കുന്ന, അതല്ല മറ്റുള്ള സൗകര്യങ്ങളാണ് വേണ്ടതെങ്കിൽ പാവങ്ങളെ അവഗണിക്കാതെ പരിഗണിച്ചുകൊണ്ട് പൊതുസമുദായത്തിന്റെ മുന്നിലേക്ക് അവരെ പിടിച്ചുയർത്തിക്കൊണ്ടുവരുന്ന ഒരു രീതിയാണ് സഹചാരി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, വളരെ സ്തുത്യർഹമായ നല്ലൊരു പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആവുന്ന രൂപത്തിൽ നിങ്ങൾ സഹായിക്കണം. എല്ലാവരെയും ഒരുപോലെ അല്ലല്ലോ അല്ലാഹു പഠിച്ചത്. ഇവിടെ അല്ലാഹുവിന്റെ സിസ്റ്റം സംവിധാനവും അങ്ങനെ തന്നെയാണ്. എല്ലാവരും മുതലാളിമാരാണെങ്കിൽ ഇവിടെ ഒന്നും നടക്കൂല, എല്ലാവരും പണിക്കാരാണെങ്കിൽ ഇവിടെ ഒന്നും നടക്കൂല. അതേസമയത്ത് അല്ലാഹു ഇവിടെ പഠിച്ചത് ഒരു വിഭാഗത്തെ പണക്കാരായി പഠിച്ചെങ്കിൽ മറ്റൊരു വിഭാഗത്തെ അല്ലാഹു പണിക്കാരായിട്ടാണ് പഠിച്ചത്. പണിക്കാർ പണിയെടുക്കുന്നു, പണക്കാർ പണം ചെലവഴിക്കുന്നു. രണ്ടും ഒരു സന്തുലിതാവസ്ഥ ഇവിടെ നിലനിന്ന് പോകുന്നു. ഈ ഒരു സിസ്റ്റമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാവങ്ങളെ പണക്കാരെന്നോ പണിക്കാരെന്നോ വേർതിരിക്കാതെ പാവങ്ങളെ കണ്ടറിഞ്ഞുകൊണ്ട് സഹായിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അൽഹംദുലില്ലാഹ്, നേരിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ സഹചാരിയുടെ പ്രവർത്തകർ ഇവിടെയുണ്ട്. ഓരോ മാസവും അവർ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ട ചികിത്സക്ക് വേണ്ട തുക കൊടുക്കുമ്പോ ഇൻഷാ അല്ലാഹ് ഒരു രോഗിക്ക് മരുന്നിന് വേണ്ട പണം ഇൻഷാ അല്ലാഹ് ഞാൻ തരാം. ഒരു രോഗിക്ക് 500 രൂപ അതല്ലെങ്കിൽ 1000 രൂപ ഓരോ മാസവും കൊടുക്കാൻ എന്നെ കൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, ഒരു രോഗി നമ്മെ കൊണ്ട് രക്ഷപ്പെട്ടാൽ, ഒരു രോഗിക്ക് ഒരു നേരത്തെ മരുന്ന് കൊണ്ട് ആ രോഗിക്ക് മരുന്ന് വാങ്ങാനുള്ള പണം കയ്യിലേക്ക് എത്തുമ്പോ ആ രോഗിയുടെ നിറകണ്ണുകളോട് കൂടി ഒരു പ്രാർത്ഥനയുണ്ട്. റബ്ബിലേക്ക് കരമുയർത്തിക്കൊണ്ട് അല്ലാഹ് ഒരു പ്രാർത്ഥനയുണ്ട്, കരളറിയിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിൽ എനിക്കും നിങ്ങൾക്കും ഇടം ലഭിച്ചാൽ അൽഹംദുലില്ലാഹ്, അവിടെയാണ് നമ്മുടെ വിജയം, അവിടെയാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. അതുകൊണ്ട് ആർക്കെങ്കിലും കഴിയുമെങ്കിൽ സഹചാരിയുടെ പ്രവർത്തകർ ഇവിടെയുണ്ട്. അവരെ കൊണ്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഓരോ മാസവും ഒരു രോഗിക്ക് വേണ്ട ചികിത്സക്ക് 500 റുപ്യ എന്റെ വക, എന്റെ കുടുംബത്തിന്റെ വക എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞാൽ വല്ലാത്ത സൗഭാഗ്യമാണ്, വല്ലാത്ത നേട്ടമാണ്. നാളെയുടെ അക്കൗണ്ടിലേക്കുള്ള ഡെപ്പോസിറ്റ് ആണത്. സാധിക്കുന്നവർ കൊടുക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നിർബന്ധിപ്പിക്കല്ല, ഞാൻ
സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. ഒരുപാട് പാവപ്പെട്ട രോഗികൾ നമ്മുടെ നാട്ടിലുണ്ട്, ഒരുപാട് പാവപ്പെട്ട രോഗികളുണ്ട്. അള്ളാഹു നമുക്ക് അത്തരം രോഗങ്ങൾ തന്നിട്ടില്ല. നമ്മുടെ കയ്യിൽ നമുക്ക് ആവശ്യമുള്ള പണം അള്ളാഹു തന്നിട്ടുണ്ട്. അല്ല നമ്മളെ കയ്യിലേക്ക് തരുന്ന പണമില്ലേ, അതിനെക്കുറിച്ച് അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചത് അത് അല്ല തരുന്ന ഫദ്ലാണ്, ഔദാര്യമാണ്. അത് സൂക്ഷിക്കാൻ ചിലരെ അള്ളാഹു ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ പണം ചിലരുടെ കയ്യിലേക്ക് അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനെ സംരക്ഷിക്കാൻ അള്ളാഹു ചിലരെ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, രഹസ്യമായിരുന്നു കൊണ്ട് റബ്ബ് നമ്മുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ചിലരെ കയ്യിലേക്ക് അള്ളാഹു പണമേൽപ്പിച്ചു തന്നു. എന്നിട്ട് ഇത് ഏത് രൂപത്തിൽ അവൻ വിനിയോഗിക്കുന്നു, എവിടെയാണ് വിനിയോഗിക്കുന്നത്? ഹക്കിന്റെ മാർഗത്തിൽ ഇവനെ വിനിയോഗിക്കുന്നുണ്ടോ? നാളെ മഹ്ശറിൽ വരുന്ന സമയത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടത്രേ. പുണ്യനബി പഠിപ്പിക്കുന്നുണ്ട്, എടോ ഞാൻ നിന്റെ മുമ്പിൽ രോഗിയായി വന്ന സമയത്ത് നീ എന്നെ സന്ദർശിച്ചോ, എനിക്ക് വേണ്ട പണം ചെലവഴിച്ചോ, എനിക്ക് ആവശ്യമുള്ള മരുന്നിന് ആവശ്യമുള്ള പണം തന്നോ? നിന്റെ കയ്യിൽ ഒരുപാട് പണം ഞാൻ തന്നില്ലേ? നിന്റെ കയ്യിൽ ഒരുപാട് പണം ഞാൻ തന്നിട്ടില്ലേ? ഒരുപാട് സൗകര്യങ്ങൾ ഞാൻ തന്നില്ലേ? എന്നെ സന്ദർശിക്കാൻ, ഞാൻ രോഗിയായി കഴിഞ്ഞ സമയത്ത് എന്നെ സന്ദർശിക്കാൻ എനിക്ക് സാധിച്ചോ എന്ന് ചോദിക്കുമ്പോ ഈ മനുഷ്യൻ റബ്ബിനോട് ചോദിക്കുമത്ര, റബ്ബേ അന്ത റബ്ബുൽ ആലമീൻ, നീ ലോകങ്ങളെ രക്ഷിതാവല്ലേ റബ്ബേ, നീ എങ്ങനെയാണ് രോഗിയാവുന്നത്? എവിടെയാണ് എന്നെ സന്ദർശിക്കാൻ കഴിയുന്നത്? റബ്ബുൽ ഇസ്സത്ത് ആ മനുഷ്യനിക്ക് കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. നിന്റെ നാട്ടിൽ പാവപ്പെട്ട രോഗി ഉണ്ടായിരുന്നില്ലേ? നിന്റെ അയൽപ്പക്കത്ത് പാവപ്പെട്ട ഒരു രോഗി ഉണ്ടായിരുന്നില്ലേ? നിന്റെ മഹല്ലത്തില്, നിന്റെ പരിധിക്കുള്ളില്, നിന്റെ പ്രവർത്തന പരിധിക്കുള്ളില് പാവപ്പെട്ട രോഗി ഉണ്ടായിരുന്നില്ലേ? ആ രോഗിയുടെ അടുക്കൽ നീ പോയിരുന്നോ? ആ രോഗിക്കൊരു നേരത്തെ മരുന്നിന് വേണ്ട ചികിത്സാ സഹായം നീ കൊടുത്തിരുന്നോ? അവനെ പോയി സന്ദർശിച്ചിരുന്നോ? അവനിക്ക് വേണ്ടത് ചെയ്തു കൊടുത്തിരുന്നോ? പാവപ്പെട്ട ഒരു രോഗിയെ പോയി നീ സന്ദർശിച്ചിരുന്നുവെങ്കിൽ അവന്റെ ചാരത്ത് എന്നെ നിനക്ക് കാണാമായിരുന്നല്ലോ, എന്റെ പൊരുത്തം അവിടെ കാണാമായിരുന്നല്ലോ, എന്റെ ഹൃദയം അവിടെ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് നിന്റെ നാട്ടിലൊരു രോഗി കഴിഞ്ഞപ്പോ, നിന്റെ നാട്ടിലൊരു പാവപ്പെട്ടവൻ രോഗിയായി കഴിഞ്ഞപ്പോ അവനെ പോയൊന്ന് സന്ദർശിക്കാൻ നീ മനസ്സ് വെച്ചോ? അവനിക്കൊരു നേരത്തെ ചികിത്സക്ക് വല്ലതും കൊടുക്കാൻ നിനക്ക് മനസ്സുണ്ടായിരുന്നോ? ഞാൻ രോഗിയായ സമയത്ത് എന്നെ സന്ദർശിച്ചില്ല എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാളെ മഹ്ശറാവൻ സഭയിൽ വെച്ചുകൊണ്ട് എന്നോടും നിങ്ങളോടും ചോദിക്കുമെന്ന് അല്ലാഹുവിന്റെ തിരു ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മറുപടി പറയാൻ കഴിയണം. റബ്ബേ, ഞങ്ങൾ പലതും രോഗികൾക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. SKSSFന്റെ കീഴിൽ സഹചാരിയുണ്ട്. ഈ സഹചാരിയുടെ കീഴിലായി ഞങ്ങൾ പല രോഗികളെയും പോയി സന്ദർശിക്കാറുണ്ട്. അവർക്കൊരു നേരത്തെ മരുന്നിന് വേണ്ട പണം ഞങ്ങൾ കൊടുക്കാറുണ്ട്. അവർക്ക് വേണ്ട വീൽ ചെയറുകൾ ഞങ്ങൾ കൊടുക്കാറുണ്ട്. അവർക്ക് വേണ്ട ബെഡുകൾ ഞങ്ങൾ കൊടുക്കാറുണ്ട്. അവർക്ക് വേണ്ട വാക്കർ ഞങ്ങൾ കൊടുക്കാറുണ്ട്. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഞങ്ങൾ ഒരുക്കാറുണ്ട്. ഹോസ്പിറ്റലിലേക്ക് അവരെ കൊണ്ടുപോകാറുണ്ട്. ഹോസ്പിറ്റലിൽ പോയാൽ അവിടെ വേണ്ട ശുശ്രൂഷയ്ക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഞങ്ങൾ കൊടുക്കാറുണ്ട്. അഭിമാനത്തോടു കൂടി റബ്ബിന്റെ മുമ്പിൽ തല ഉയർത്തിക്കൊണ്ട് നമുക്ക് പറയാൻ കഴിയണമെങ്കിൽ ഈ സംരംഭത്തിന് വേണ്ടി മനസ്സറിഞ്ഞുകൊണ്ട് വല്ലതും കൊടുത്താൽ ഇൻഷാ അല്ലാഹ് റബ്ബിനോട് നമുക്ക് തല ഉയർത്തി പറയാവേ, റബ്ബേ നിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് രോഗികളെ സഹായിക്കാൻ ഞാൻ മുന്നിലുണ്ടായിരുന്നു. നമുക്ക് പറയാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇതാണ് SKSF സഹചാരിയിലൂടെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അവസരങ്ങൾ ഉണ്ടാക്കി തരാം. നാളെ റബ്ബിന്റെ കോടതിയിൽ വരുന്ന സമയത്ത് പടച്ച റബ്ബ് ചോദിക്കുമ്പോ, എനിക്ക് റബ്ബേ രോഗികൾ അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനത്തെ സമ്പ്രദായം ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ രക്ഷപ്പെടരുത്. നമുക്കുള്ള അവസരം SKSF ഇവിടെ ഉണ്ടാക്കി തരാം. അതിനുള്ള മാർഗം, അതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും SKSFയുടെ സഹചാരിയിലൂടെ നമുക്ക് ചെയ്തു തരുന്നുണ്ട്. പാവപ്പെട്ട രോഗികൾ ആരൊക്കെയാണ് SKSFന്റെ സഹചാരിയുടെ പ്രവർത്തകർക്കറിയാം. ഇവിടെ കയ്യിൽ ലിസ്റ്റുകളുണ്ട്. അവർ മാസവും അവരെ പോയി കാണുന്നു, വേണ്ടത് ചെയ്തു കൊടുക്കുന്നു. ഇങ്ങനെ സമ്പ്രദായം ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും ആ വിഷയം അറിഞ്ഞിട്ടുണ്ട്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തില് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം. അവർ പാവങ്ങളാണ്,
അവരെ കൊണ്ടാണ് ലോകം നിലകൊള്ളുന്നത്, അവരെ കൊണ്ടാണ് ഈ സംവിധാനം തകരാതെ അവിടെ നിലകൊള്ളുന്നത്. പാവങ്ങളെ പരിഗണിച്ചാൽ പുണ്യനബി പഠിപ്പിക്കുന്നു, ആരെങ്കിലും തന്റെ പ്രിയപ്പെട്ട സഹോദരന്റെ ഒരാവശ്യം നിർവഹിച്ചു കൊടുക്കുന്ന കാര്യത്തിലുണ്ടായാൽ അവന്റെ ആവശ്യങ്ങൾ വീട്ടിൽ കൊടുക്കാൻ, അവന്റെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കാൻ, അവനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവന്റെ കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അള്ളാഹു അവന്റെ കൂടെ ഉണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഒരു സഹോദരനെ കണ്ടുമുട്ടണം, ഒരു രോഗിയെ കണ്ടുമുട്ടിയിട്ട് അയാൾക്ക് ആവശ്യമുള്ളത് മരുന്നാണ്, അയാൾക്ക് ആവശ്യമുള്ളത് ചികിത്സാ സഹായമാണ് എന്താണെന്ന് മനസ്സിലാക്കുന്നു, ആ രോഗിക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നു. ആവശ്യമുള്ളത് അയാളെ കൈകളിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുമ്പോ അവന്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ തിരു ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു രോഗിയുടെ ഒരു നേരത്തെ മരുന്നിന് നമ്മൾ പണം ചെലവഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് വലിയ കിട്ടല. നമ്മുടെ കൂടെ അള്ളാഹു ഉണ്ടാവുക, അള്ളാഹിന്റെ സഹായം നമ്മുടെ കൂടെ ഉണ്ടാവുക. നമ്മളൊരു രോഗിക്ക് ഒരു മാസത്തിൽ ഒരു 500 രൂപ മരുന്ന് വാങ്ങാനുള്ള ഒരു 500 രൂപ നമ്മൾ എത്രേ കൊടുക്കണുള്ളൂ. പക്ഷെ നമ്മുടെ വീട്ടിൽ പ്രാരാബ്ധങ്ങൾ നീങ്ങുന്നു, അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കുന്നു, നമ്മുടെ മക്കളെ അസുഖങ്ങളില്ലാതെ മക്കൾക്ക് സംരക്ഷണം ലഭിക്കുന്നു, ഭർത്താവ് വിദേശത്ത് ജോലിയിലാണെങ്കിൽ പ്രയാസങ്ങളില്ലാതെ ജോലി ചെയ്യാൻ കഴിയുന്നു, അവിടെ പ്രയാസങ്ങളില്ല, അപകടങ്ങളില്ല, വീട്ടിൽ പട്ടിണിയില്ല, പ്രാരാബ്ധങ്ങളില്ല, പ്രയാസങ്ങളില്ല, കഷ്ടപ്പാടുകളില്ല, എല്ലാം നീങ്ങിക്കിട്ടാൻ കാരണം നമ്മൾ പാവപ്പെട്ട ഒരു രോഗിക്ക് ഒരു മാസത്തെ ചികിത്സാ സഹായം കൊടുക്കുന്നുവെങ്കിൽ, പാവപ്പെട്ട രോഗിയെ പരിഗണിക്കുന്നുവെങ്കിൽ, നമ്മൾ അറിയാത്ത വഴികളിലൂടെ നമ്മുടെ പ്രയാസങ്ങളെ അള്ളാഹു നീക്കിക്കളയുമെന്ന് അള്ളാഹുവിന്റെ തിരു ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സംവിധാനത്തെ നമ്മൾ വളർത്തിക്കൊണ്ടുവരണം, ഈ സംവിധാനത്തെ നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. രോഗികളായതിന്റെ പേരില്, പാവങ്ങളായതിന്റെ പേരില് ഒരാളും നാട്ടിൽ കഷ്ടപ്പെടാൻ പാടില്ല. ആ നിർബന്ധ ബുദ്ധി നമുക്കുണ്ടാവണം. അവിടെയാണ് നമ്മുടെ വിജയം. പുണ്യനബി പഠിപ്പിക്കുന്ന ഒരു മുസ്ലിമായ തന്റെ സഹോദരന്റെ ഒരു പ്രയാസത്തെ നീക്കി കൊടുക്കാൻ, ഒരു മുസ്ലിമായ സഹോദരൻ കടത്തിൽ കുടുങ്ങിയിട്ടുണ്ട്, അതല്ലെങ്കിൽ മകളെ കെട്ടിക്കാനുണ്ട്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരാവശ്യത്തിൽ അവൻ കുടുങ്ങി പ്രയാസപ്പെട്ടു നിൽക്കുമ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായത് കൊടുത്തുകൊണ്ട് അവനെ സഹായിക്കാൻ നമ്മുടെ മുമ്പിൽ വന്നാല് ആരും സഹായിക്കാനില്ലാത്ത മക്ഷരാവൻ സഭയിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരുന്ന സമയത്ത് ഓരോരുത്തരും തന്റെ പിതാവിനെയും മാതാവിനെയും മുഖത്ത് നോക്കാതെ, ഒരു ഭാഗത്ത് മാതാവ് നിൽക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് പിതാവ് നിൽക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് തന്റെ ചോരയിൽ പിറന്ന പൊന്നുമകൻ നിൽക്കുന്നുണ്ട്, മറ്റൊരു ഭാഗത്ത് തന്റെ പ്രിയപ്പെട്ട സഹോദരൻ നിൽക്കുന്നുണ്ട്, കളിക്കൂട്ടുകാർ കൂടെ നിൽക്കുന്നുണ്ട്. എല്ലാവരും നിൽക്കുന്ന സമയത്ത് എല്ലാവരും ബേജാറിലായി നഫ്സി നഫ്സി നഫ്സിയാ ബേജാറിൽ നിൽക്കുന്ന മഹ്ശറയില്ലേ, ഈ മഹ്ശറ വൻസഭയിൽ പ്രയാസപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, ദുനിയാവിൽ നിങ്ങളൊരു പാവപ്പെട്ട രോഗിയെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പാവപ്പെട്ട ഒരു മുസ്ലിമായ സഹോദരനെ, രോഗത്തിൽ കിടക്കുന്ന ഒരു സഹോദരനെ, അതല്ലെങ്കിൽ വേറെ വല്ല പ്രയാസങ്ങളും അനുഭവിച്ച് കഴിയുന്നൊരു സഹോദരനെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായത് കൊടുത്ത് നിങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഖിയാമത്തിലെ പ്രയാസങ്ങളെ തൊട്ടവനെ നീക്കാൻ, ഖിയാമത്തിലെ പ്രയാസങ്ങളെ തൊട്ടവനെ ഇല്ലാതെയാക്കാൻ അള്ളാഹുവിന്റെ കൂടെയുണ്ടവനെ സഹായിക്കുമെന്ന് അള്ളാഹുവിന്റെ തിരു ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ സൗഭാഗ്യമാണ് ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചോ, മുസ്ലിമായ ഒരു സഹോദരന്റെ ഒരു ആവശ്യം വീട്ടിൽ കൊടുക്കുന്നതിൽ ആരെങ്കിലും മുന്നിലുണ്ടെങ്കിൽ അവന്റെ ആവശ്യം നിർവഹിച്ചു കൊടുക്കുന്നതിന് അള്ളാഹു അവന്റെ കൂടെയുണ്ട്, അള്ളാഹു അവന്റെ കൂടെയുണ്ട്. അതേ സമയത്ത് ആഖിറത്തിലേക്ക് ചേർത്തി നോക്കുമ്പോ ഒരു പാവപ്പെട്ടവരെ സഹായിക്കാൻ നിങ്ങൾ മുന്നിലുണ്ടെങ്കിൽ നാളെ ആഖിറത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത്
കുർബത്തൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. ഖിയാമത്തിലെ പ്രയാസങ്ങൾ നീക്കാൻ, ഖിയാമത്തിലെ പ്രശ്നങ്ങൾ നീക്കാൻ അല്ലാഹു നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ തിരു ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സഹചാരിയിലൂടെ പാവങ്ങളെ നമ്മൾ സഹായിക്കുമ്പോ നമ്മൾ അറിയാത്ത വഴിയിലൂടെ ദുനിയാവ് നമുക്ക് എളുപ്പമാകുന്നു. ദുനിയാവിലെ നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കിട്ടുന്നു, നമ്മുടെ ബാധ്യതകൾ അല്ലാഹു ഏറ്റെടുക്കുന്നു, നമ്മുടെ കടങ്ങൾ നീങ്ങിക്കിട്ടുന്നു, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഇതിലൂടെ അല്ലാഹു നിർവഹിച്ചു തരുന്നു, പ്രയാസങ്ങൾ നീക്കിത്തരുന്നു. ആഖിറത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോഴോ അവിടെയും നമുക്ക് രക്ഷപ്പെടാൻ അൽഹംദുലില്ലാ നമ്മുടെ സഹചാരിയെ കൊണ്ട് നമുക്ക് കഴിയുന്നെങ്കിൽ ദുനിയാവിലെ വിജയത്തിന്, ആഖിറത്തിലെ വിജയത്തിന്, രണ്ട് ലോകത്തെയും വിജയത്തിന് വേണ്ടിയാണ് SKSSF സഹചാരിയുടെ പ്രവർത്തനം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അണിചേരണം നമ്മള്, കണ്ണികളാവണം നമ്മള്, വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം നമ്മള്. അൽഹംദുലില്ലാ രോഗിയെ തേടിപ്പിടിച്ച് നടക്കേണ്ട ആവശ്യം നമുക്കില്ലല്ലോ, രോഗിയെ വീട്ടിൽ പോയി അവർക്ക് കയ്യിലേൽപ്പിക്കേണ്ട പണി നമുക്കില്ലല്ലോ. സഹചാരിയുടെ പ്രവർത്തകരെ കണ്ട് അവരെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ അൽഹംദുലില്ലാ മാസത്തിലൊരിക്കൽ ആ രോഗിയെ അവരെ പോയി സന്ദർശിക്കുന്നു, അവരെ കൈകളിലേക്ക് അത് ഏൽപ്പിച്ചു കൊടുക്കുന്നു. അൽഹംദുലില്ലാ നല്ലൊരു സിസ്റ്റം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അവരെ കൂടെ നമുക്കും രക്ഷപ്പെടാൻ കഴിയുന്ന അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. വലിയ സൗഭാഗ്യമാണ്, വലിയ സൗഭാഗ്യമാണ്. കഴിയുമെങ്കിൽ ഒരു രോഗിക്ക് ഒരു 500 രൂപയെങ്കിലും, ഒരു രോഗിക്ക് എൻ്റെ വക, എൻ്റെ കുടുംബത്തിൻ്റെ വക ഒരു 500 രൂപയെങ്കിലും കൊടുക്കാൻ കഴിഞ്ഞാൽ നമ്മൾ എത്രങ്ങാനും പൈസ ചിലവാക്കുന്നുണ്ട്, എത്രങ്ങാനും പൈസ നമ്മൾ ചിലവാക്കുന്നുണ്ട്. ഒരു വീട്ടിൽ 4 മക്കളുണ്ടെങ്കിൽ പിന്നെ ഒരു ഭാര്യയും ഒരു ഉമ്മയും ഒരു വാപ്പയും 4 മക്കളും, അങ്ങനെ 6 ആളുകളുണ്ടെങ്കിൽ 6 ആൾക്കുണ്ടാവും ഫോണ്, 6 ആൾക്കും ഫോണുണ്ടാകും. 6 ആളും ഫോണിക്ക് പൈസയും കയറ്റും. അവൻ്റെ ഫോണിൽ പൈസ ഉണ്ടല്ലോ, അതുകൊണ്ട് അതിന് വൈഫൈ വലിക്കാമെന്ന് ആരും വിചാരിക്കൂല. 6 ആളുകളുണ്ടെങ്കിൽ 6 ആളും പൈസ കയറ്റും. അതേ സമയത്ത് ഒരു രോഗിക്ക് ഒരു മാസത്തെ മരുന്ന് വാങ്ങാൻ ഒരു 500 രൂപ ചിലവുള്ളെങ്കിൽ അത് നമ്മളെ കൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ വലിയ ഭാഗ്യല്ലേ. ഒരു രോഗി, കഷ്ടപ്പെടുന്ന ഒരു രോഗി, അയാൾ മനസ്സറിഞ്ഞ് ദ്വാരുന്ന 6 അല്ല ഇനി 12 ആൾക്കാരുണ്ടെങ്കിലും ഫോണിക്ക് നമുക്ക് പൈസ ആയിട്ടുള്ള പൈസ പടച്ചുറപ്പ് തരും. നമ്മൾ 1 ഉറുപ്പ്യ കൊടുത്താൽ 10 മടങ്ങായി തരും. അതാണ് നേരത്തെ ഓതി വെച്ചത്, സ്വതക്കയെ വളർത്തുന്ന പണിയാണ് അല്ലാഹുവിനുള്ളത്. അത് 70 ഇരട്ടിയായി തിരിച്ചു തരും, 700 ഇരട്ടിയായി തിരിച്ചു തരും. നമ്മുടെ ഇഖ്ലാസിനനുസരിച്ചുകൊണ്ട് അതിനെ അല്ലാഹു വളർത്തിക്കൊണ്ടിരിക്കുമെന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കൊന്നും നഷ്ടപ്പെടൂല. അൽഹംദുലില്ലാ ഈ സംവിധാനം ഇവിടെ നിലനിൽക്കണം. ഒരു മനുഷ്യന്റെ കൽബക്ക്, ഒരു മുഅ്മിനായ ഒരു മനുഷ്യന്റെ കൽബക്ക് സന്തോഷത്തെ കൊടുക്കാൻ കഴിഞ്ഞാൽ നമുക്ക് വലിയ ഭാഗ്യം. സന്തോഷിപ്പിക്കാം. യസ്റൂ വലാ തുഅസ്സിറൂ ബശ്ശിറൂ വലാ തുനഫിറൂ. പുണ്യനബി പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. യസ്റൂ നിങ്ങൾ ജനങ്ങൾക്ക് എളുപ്പം ചെയ്തു കൊടുക്കണം, നിങ്ങൾക്ക് ജനങ്ങൾക്ക് എളുപ്പം ചെയ്തു കൊടുക്കണം. വലാ തുഅസ്സിറൂ നിങ്ങൾ ജനങ്ങളെ പ്രശ്നത്തിലാക്കരുത്, നിങ്ങൾ ജനങ്ങളെ പ്രയാസത്തിലാക്കരുത്, നിങ്ങൾ ജനങ്ങളെ പ്രയാസത്തിൽ കഷ്ടപ്പാടിലേക്ക് കൊണ്ടുപോയിടരുത്. ഇപ്പൊ എവിടെ നോക്കിയാൽ കാണാ ആൾക്കാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കലാ. വിസ എത്ര രൂപ എനിക്കാണല്ലോ വിസ തരാന്നൊക്കെ പറയും. എന്നിട്ട് ആ പൈസ ഒക്കെ കൊടുത്ത് ഒക്കെ റെഡി ആയിട്ട് അവസാനം ഏതെങ്കിലും വിസ കൊടുത്ത് നിങ്ങൾ കൊണ്ടുപോകും, ഗൾഫ് കൊണ്ടുപോകും. പിന്നെ കൊടുത്തോനും എവിടെയെന്ന് അറിയില്ല, ഇവനെവിടെ എത്തിയെന്നും എനിക്കും അറിയില്ല. ആളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കി, ഓനെ കഷ്ടപ്പാടിലാക്കി. ഓൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല, ഓനെ പെണ്ണുങ്ങളെ സ്വർണ്ണമൊക്കെ പണയം വെച്ചിട്ടോ അല്ലെങ്കിൽ വിറ്റിട്ടോ ഒക്കെ ആയിരിക്കാം ഓൻ പൈസ ഉണ്ടാക്കിയത്. ഇനിയിപ്പോൾ ആ സ്വർണവും പോയി, അല്ലെങ്കിൽ ആ പൈസയും പോയി, ഒക്കെ പോയി. നേരെ നാട്ടിൽ നിൽക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ജനങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കരുത്, ജനങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കണം. യസ്റൂ വലാ തുഅസ്സിറൂ ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കല്ല. ബശ്ശിറൂ വലാ തുനഫിറൂ നിങ്ങൾ ജനങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുക. വലാ തുനഫിറൂ ജനങ്ങളെ വെറുപ്പിക്കരുത്. ജനങ്ങൾക്ക് വെറുപ്പുളവാക്കുന്ന, ജനങ്ങൾക്ക് ഉളവാക്കുന്ന ഒരു പ്രവർത്തനവും നിങ്ങളിൽ നിന്നുണ്ടാവരുത്. ജനങ്ങൾക്ക് ആകർഷണീയമായിട്ടുള്ള പ്രവർത്തനങ്ങളെ കൊണ്ട് സഹചാരിയെ പോലെ പാവങ്ങളെ പോയി സന്ദർശിക്കുക, പാവങ്ങളെ വീടുകളിലൂടെ കയറിയിറങ്ങുക, നന്മകൾ
പ്രവർത്തനങ്ങളിലൂടെ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോവുക. അൽഹംദുലില്ലാഹ്, SKSSFന്റെ പ്രവർത്തകനായാൽ നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്നത്, SKSSFന്റെ പ്രവർത്തകർ ഒരിക്കലും കള്ളുഷാപ്പിലേക്കാണ് കൊണ്ടുപോകുന്നില്ല, സിനിമാ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നില്ല, വേണ്ടാത്ത പ്രവർത്തനത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല. SKSSFന്റെ പ്രവർത്തകര് പള്ളികളിലേക്ക് ആളുകളെ ക്ഷണിക്കാറുണ്ട്, മദ്രസകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാറുണ്ട്. ഇതുപോലത്തെ നന്മകളുടെ സദസ്സുകൾ നടക്കുമ്പോൾ അതിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാറുണ്ട്. നമ്മുടെ മക്കളെ SKSSFിലൂടെ വളർത്തിയാൽ അൽഹംദുലില്ലാഹ് നാടിനുപകരിക്കുന്ന രൂപത്തില്, മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന രൂപത്തില്, നാളെയുടെ കൺകുളിർമയാകുന്ന രൂപത്തില് നമ്മുടെ മക്കളെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും. വലിയ സൗഭാഗ്യമാണ്. ഈ സംഘശക്തിയുടെ കൂടെ നിൽക്കുക, ഇതിനു വേണ്ടി പ്രവർത്തിക്കുക, അത് അല്ലാഹു തരുന്ന തൗഫീഖാ. എല്ലാവർക്കും ഒന്നും കഴിയൂല, എല്ലാവർക്കും കിട്ടൂല. അതിന്റെ കൂടെ പ്രവർത്തിക്കുക, അതിനു വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അല്ലാഹു തരുന്ന വലിയ സൗഭാഗ്യമാണത്. അല്ലാഹു പരിശുദ്ധമായ സമസ്തക്കും പരിശുദ്ധമായ SKSSFനും ആത്മാർത്ഥമായി മരണം വരെ ഖിദ്മത്ത് ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വലിയ സൗഭാഗ്യമാണത്. ഇന്ന് പുണ്യനബിയുടെ ജീവിതം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് നമ്മുടെ ആലിമീങ്ങളിലേക്കാണ്, സമസ്തയുടെ ഉലമായിലേക്കാണ്. അവരെ പിന്നിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. അഭിപ്രായ വ്യത്യാസങ്ങൾ ഏത് കാലത്തും ഇവിടെ ഉണ്ടായിട്ടുണ്ട്, അത് നടന്നുകൊണ്ടിരിക്കും. അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മുടെ ഉലമാ എവിടെ പറയുന്നോ നമുക്കൊരു നേതൃത്വമുണ്ട്. പരിശുദ്ധ ദീൻ അവരിലൂടെയാണ് നമ്മൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്ന് പർവ്വത സമാനമായി ഉയർന്ന് പ്രവർത്തിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അൽഹംദുലില്ലാഹ്, സമസ്തക്ക് പ്രവർത്തിക്കുക, ഖിദ്മത്ത് ചെയ്യുക, അല്ലാഹു തരുന്ന വലിയ തൗഫീഖാണ്. അല്ലാഹു മരണം വരെ നിലനിർത്തി അനുഗ്രഹിക്കട്ടെ. പുണ്യനബി പഠിപ്പിക്കുന്നു, നിങ്ങൾ ജനങ്ങൾക്ക് എളുപ്പമുള്ളത് ചെയ്യുക. വമൻ സതറ മുസ്ലിമൻ സതറല്ലാഹു യൗമൽ ഖിയാമ, ജനങ്ങൾക്ക് എളുപ്പമുള്ളത് ചെയ്യുക. ഒരു മനുഷ്യനക്ക് ഒരു നേരത്തെ ഔറത്ത് മറക്കാൻ ആവശ്യമായ ഇതായി ബലിപെരുന്നാൾ വരാനിരിക്കുകയാണ്. നിങ്ങളൊരു പാവപ്പെട്ട ഒരു മനുഷ്യനെ ഒരു പെരുന്നാളിന്റെ ദിവസത്തിൽ അണിയാനുള്ള വസ്ത്രം നിങ്ങൾ വാങ്ങിക്കൊടുത്താൽ, പാവങ്ങളെ കണ്ട് സ്കൂൾ തുറക്കാനിരിക്കുകയാണ്, യൂണിഫോമുകൾ നിങ്ങൾ വാങ്ങിക്കൊടുത്താൽ, പള്ളി ദർസുകൾ തുറക്കാനിരിക്കുകയാണ്, ആ പള്ളി ദർസുകളിലേക്ക് പോകുന്ന പാവപ്പെട്ട മുത്തഅല്ലിമീങ്ങൾക്ക് ഒരു നേരത്തെ അവർക്ക് ധരിക്കാനുള്ള വസ്ത്രം നമ്മൾ വാങ്ങിക്കൊടുത്താൽ, പാവങ്ങളെ കണ്ടറിഞ്ഞുകൊണ്ട് പാവങ്ങൾക്ക് വേണ്ട വസ്ത്രം നമ്മൾ വാങ്ങിക്കൊടുത്താൽ, സതറല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവരെ അണിയിക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നമുക്ക് പഠിപ്പിക്കുകയാണ്. അവന്റെ ഔറത്ത് മറക്കാൻ, ഖിയാമത്ത് നാളിൽ അവന്റെ ഔറത്ത് മറക്കാൻ അല്ലാഹു അവർക്ക് ഭാഗ്യം കൊടുക്കും. ഇതൊക്കെ നമ്മൾക്ക് ചെയ്യാവുന്ന പ്രവർത്തനങ്ങളാണ്. നാട്ടിലുള്ള പാവങ്ങളെ കണ്ടെത്തുക, ഇവർക്ക് എന്ന് പറഞ്ഞാൽ അവരെ പാവങ്ങളായിട്ട് അങ്ങോട്ട് തള്ളരുത്. അവർ പാവങ്ങളൊന്നല്ല, അവരെ നമ്മൾ പൊതുധാരയിലേക്ക് കൊണ്ടുവരണം, ഉയർത്തിക്കൊണ്ടുവരിക. പാവങ്ങളെന്നും പാവങ്ങളായിട്ടിരിക്കരുത്, അവരിങ്ങനെ വളർന്നു വളർന്നു വരണം. എന്നിട്ട് എല്ലാവരും ഒരുപോലെ അൽഹംദുലില്ലാഹ് നല്ല റാഹത്തോടു കൂടി നമുക്ക് കഴിയണം. ഇന്നത്തെ നല്ല ആരോഗ്യമുള്ള ആളുകളായിരിക്കാം, ഇന്നിപ്പോൾ നമ്മളെ സഹചാരിക്ക് വേണ്ടി നിത്യേന പൈസ കൊടുക്കുന്ന ആളുകളായിരിക്കാം ഒരു പക്ഷേ. അടുത്ത മാസം അതിൻ്റെ പൈസ കിട്ടാൻ വേണ്ടി കാത്തിക്കുന്ന ആളുകൾ അല്ലാഹു ഇവിടെ എന്തും ചെയ്യുമല്ലോ. നിങ്ങളൊക്കെ മനസ്സറിഞ്ഞ് സഹചാരിക്കുമല്ലോ ഒന്നും കൊടുക്കുക. ഞാൻ പറഞ്ഞു വെച്ചത്, ഇന്നത്തെ ആരോഗ്യമുള്ള ആളുകൾ ഏത് നിമിഷവും ഈ ആരോഗ്യമൊക്കെ തകർന്നു പോകും. ഒരു ഭാഗം കുഴഞ്ഞാൽ മതി, കഴിഞ്ഞു. ഒരു ഭാഗം കുഴഞ്ഞാൽ മതി, കഴിഞ്ഞു. പിന്നെ അവൻ്റെ വീട്ടിലെ കട്ടിൽ വിശ്രമത്തിലേക്ക് നീങ്ങുക. അങ്ങാടിയിൽ പോയി ചോദിച്ച പേര് കേട്ട എല്ലാ നല്ല പണിയെടുത്തിരുന്ന മനുഷ്യനായിരിക്കാം, എല്ലാ നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യനായിരിക്കാം, പക്ഷേ കുഴഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ കഷ്ടപ്പാടിലേക്ക് പോവുക. കഴിഞ്ഞ ദിവസം ഈ ആഴ്ചയിൽ പിന്നെ ഒരു സഹോദരൻ വിദേശത്തായിരുന്നു. വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വന്നു. നാട്ടിൽ നിന്ന് വന്ന് കുടുംബത്തോടൊപ്പം ഇങ്ങനെ നല്ല റാഹത്തോടു കൂടി കഴിയേണ്ട ദിവസങ്ങളാണല്ലോ വിദേശത്തു നിന്ന് നാട്ടിലെത്തി. പിറ്റേ ദിവസം മൂപ്പര് മരിച്ചു. വിദേശത്തു നിന്ന് ഒരുപാട് വർഷങ്ങളോളം വിദേശത്ത് നിന്ന് കഷ്ടപ്പെട്ട് അവിടെ ഒരുപാട് ത്യാഗം ചെയ്ത് തൻ്റെ കുടുംബത്തിനോടൊപ്പം ഒന്ന് ഉല്ലസിച്ച് ജീവിക്കാൻ വേണ്ടി നാട്ടിൽ വന്നതാ. നാട്ടിൽ വരുന്നു, പിറ്റേ ദിവസം അദ്ദേഹം മരിക്കുന്നു. ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ. മനുഷ്യന്റെ ആയുസ് അത്രയേ ഉള്ളൂ. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല. ഇന്ന് മരിക്കും നാളെ മരിക്കുമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്.
വകം മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ മരീദിൻ ആശ ദഹ്റൻ ഇലാ ദഹ്രി. എത്രയോ രോഗികളായി കഴിയുന്ന ആളുകളുണ്ട്. ഇന്ന് മരിക്കും നാളെ മരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് മരണശയ്യയിൽ കിടക്കുകയാണെന്ന് വിചാരിക്കുന്ന ഒരുപാട് രോഗികളുണ്ട്. ഒരുപാട് കാലം പിന്നെയും ഇവിടെ ജീവിക്കുന്നുണ്ടാകാം. ആഴ്ചകൾ കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞ് വർഷങ്ങള് ഒരുപക്ഷെ അവരവിടെ വീണ്ടും ജീവിക്കുന്നുണ്ടാകാം. അതേ സമയത്ത് നല്ല ആരോഗ്യ ദൃഢഗാത്രകരായ എത്രയോ ചെറുപ്പക്കാര്, ഏത് ജോലിയും ചെയ്യാൻ കഴിയുന്ന ചെറുപ്പക്കാര്, എന്തിനും തയ്യാറുള്ള ചെറുപ്പക്കാര്, ഏത് നട്ടപ്പാതിരക്ക് വിളിച്ചാലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വരാൻ ധൈര്യവും സ്ഥൈര്യവുമുള്ള ചെറുപ്പക്കാര്, അവരതാ എത്രയോ നമ്മളൊന്നും വിചാരിക്കാതെ പൊടുന്നന മരണത്തിന്റെ മുമ്പിൽ കീഴ്പ്പെട്ടു പോകുന്നുവെങ്കിൽ അത്ഭുതമേ ജീവിതം. ജീവിതം അത്ഭുതമാണ്. അതുകൊണ്ട് ഇന്ന് നമ്മളൊരു പാവപ്പെട്ട രോഗിക്ക് വല്ലതും കൊടുക്കുന്നുവെങ്കിൽ അടുത്ത മാസം നമ്മുടെ കുടുംബം ഒരുപക്ഷെ സഹചാരിയുടെ ഫണ്ട് വരുന്നത് കാത്തു നിൽക്കേണ്ട അവസ്ഥയുണ്ടായേക്കാം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മുടെ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. അന്യന്റെ സഹായം തേടാതെ പടച്ചറപ്പിന്റെ ഔദാര്യത്തിൽ ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ചിന്തിക്കണം. നമ്മുടെ ഈ മാസം സഹചാരിക്ക് ചിലപ്പോൾ പൈസ കൊടുത്ത് മനുഷ്യനെ അയക്കാം. ഹോസ്പിറ്റലുകൾ കൊണ്ടുപോയ പിന്നെ ലക്ഷങ്ങൾ വേണം. ഇത്ര ലക്ഷം വേണം ഓപ്പറേഷൻ ചെയ്യാനെന്ന് പറഞ്ഞ അവനവന്റെ വീടും പറമ്പും മുഴുവൻ വെച്ചാലും ചിലപ്പോൾ പൈസ തികയില്ല. അങ്ങനെ വരുമ്പോഴാണ് പള്ളികളിലേക്ക് നോട്ടീസ് വരുന്നത്. പള്ളികളിൽ പിരിവ് നടത്താൻ നോട്ടീസ് വരുന്നോ? പരിചയക്കാരിലേക്ക്, ഗൾഫിലേക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ അതാ സന്ദേശം പകരുന്നോ? അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നോ? ഇന്ന വ്യക്തിയുടെ ചികിത്സയ്ക്ക് വേണ്ടി വല്ലതും കൊടുക്കണമെന്ന് പറഞ്ഞ് ഇന്നലെ നാട്ടിൽ പേര് കേട്ട സമ്പന്നനായേക്കാവ് ഒരു പക്ഷേ ലക്ഷങ്ങള് ഓരോ ദിവസവും ലക്ഷങ്ങൾ ഇങ്ങനെ മുടക്കി കഴിഞ്ഞ മാസത്തെ സമ്പന്നനെ ഈ മാസത്തെ വരവ് ചെലവ് കണക്ക് കൂട്ടുമ്പോഴേക്ക് ദാരിദ്ര്യത്തിന്റെ പടുവഴിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ സഹചാരിയുടെ മുമ്പിൽ സഹതാപത്തിന്റെ കൈനീട്ടേണ്ട അവസ്ഥ വന്നെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഏത് നിമിഷമാണിത് തകർന്നു പോവുക അറിയില്ലേ. കഴിഞ്ഞ വർഷം വയനാട് നൽകിയ പാഠമതല്ലേ? എത്രയോ വലിയ ഫ്ളാറ്റുകളുള്ള വയനാട്, എത്രയോ വലിയ സമ്പന്നരുണ്ടായിരുന്നല്ലോ, എത്രയോ വലിയ പേരുകേട്ട സമ്പന്നർ അവിടെ ഉണ്ടായിരുന്നല്ലോ. തലേ ദിവസം കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു സമ്പന്നരാണെങ്കിൽ ഒരു നിമിഷം കൊണ്ടതാ ഒലിച്ചു പോയില്ലേ? തലേ ദിവസത്തെ സമ്പന്നര് പിറ്റേ ദിവസം സമുദായത്തിന്റെ ഔദാര്യവും പ്രതീക്ഷിച്ചുകൊണ്ട് കൈനീട്ടേണ്ട അവസ്ഥയിലേക്ക് വന്നെങ്കിൽ ഒരു നിമിഷം മതി. ഇതൊക്കെ തകർന്നടിയാൻ ഒരു നിമിഷം മതിയല്ലോ. എത്ര വലിയ സമ്പന്നനാണെങ്കിലും ഇതൊക്കെ തകർന്നടിയാൻ ഒരു നിമിഷം മതിയല്ലോ. അതുകൊണ്ട് സഹചാരിയെ നമ്മൾ ചേർത്ത് പിടിക്കണം. നന്മയുടെ വഴികൾ എവിടെയുണ്ടോ, നല്ല നന്മയുടെ സമുദായത്തിന് ഉപകരിക്കുന്ന, ദീനിന് ഉപകരിക്കുന്ന നല്ല വഴികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ ചേർന്ന് നിന്നുകൊണ്ട്, അവരുടെ കൂടെ നിന്നുകൊണ്ട് അതിനെ സഹായിക്കാന്, അതിനോട് സഹകരിക്കാന്, അതിനോട് നല്ല മനസ്സോട് കൂടെ നിൽക്കാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് തആവലു അലൽ ബിർരി വത്തഖ്വാ. നന്മയുടെ വഴികളെ സഹചാരിയാവട്ടെ, പള്ളിയിലെ റിലീഫാവട്ടെ, അതുപോലെ തന്നെ നാട്ടിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങളാവട്ടെ, ഏത് തരം പാവങ്ങളെ സഹായിക്കുന്ന ഏത് തരം സംവിധാനങ്ങൾ ഇവിടെ നിലനിൽക്കുന്നെങ്കിലും അതിനോടൊക്കെ അരുചേർന്ന് നിന്നുകൊണ്ടത് നമുക്ക് സഹായിക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ തആവലു അലൽ ബിർരി വത്തഖ്വാ. നന്മയുടെ വഴികളിലേക്ക് സഹായത്തിന്റെ കൈകോർക്കണേ, സഹായഹസ്തം നീട്ടിക്കൊടുക്കണേ. അത് രക്ഷയുടെ മാർഗമാണ്, അത് രക്ഷപ്പെടാനുള്ള മാർഗമാണ്. അതുകൊണ്ട് സഹചാരിയെ ചേർത്ത് പിടിക്കണം. പള്ളിയിലെ റിലീഫിനെ നമ്മൾ ചേർത്ത് പിടിക്കണം. അതുപോലെ തന്നെ ഇവിടെയുള്ള പൊതുധാരയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് നല്ല നല്ല സംവിധാനങ്ങളുണ്ട്. അവയൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കണം. അവർക്ക് വേണ്ട സഹകരണങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അത് നാളെയുടെ വിജയത്തിന്, നമ്മുടെ കുടുംബത്തിന്റെ, നമ്മുടെ വ്യക്തിപരമായ എല്ലാ പ്രയാസങ്ങളും നീങ്ങിക്കിട്ടാൻ അത് കാരണമായിരിക്കും. ഇതിലൂടെ നമ്മൾ അറിയാത്ത ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കിട്ടും. ഇങ്ങനത്തെ സഹായങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളറിയാത്ത വലിയ നേട്ടങ്ങൾ കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, നമ്മളെ കയ്യിൽ ഇനി കൊടുക്കാൻ പൈസ ഒന്നുമില്ലെങ്കിൽ രോഗിയെ പോയിട്ട് സന്ദർശിക്കുക, ആശ്വാസത്തിന്റെ വാക്ക് പറയാം.
പാവപ്പെട്ട രോഗികളെ പോയിട്ട് കാണുക, സന്ദർശിക്കുക, അവിടെ പോയി അവരെ ഹദറത്തിൽ പോയി അവരെ സന്തോഷിപ്പിക്കുന്ന വാക്കുകൾ പറയാം. ഇതൊക്കെ പുണ്യമുള്ളതാ. പുണ്യനബി പഠിപ്പിക്കുന്നു, ഒരു ചെറുപ്പക്കാരനായ ഒരു സഹോദരന് അന്യനാട്ടിലുള്ള തന്റെ കൂട്ടുകാരനെ സന്ദർശിക്കാൻ വേണ്ടി പോകുന്നു. തന്റെ കൂട്ടുകാരന് അന്യനാട്ടിലുള്ളവരാണ്, തന്റെ നാട്ടിലല്ല, മറ്റൊരു നാട്ടിലാണ്. വണ്ടി കയറിയിട്ട് പോകണം. മറ്റൊരു നാട്ടിലേക്ക് തന്റെ കൂട്ടുകാരനെ കാണാൻ വേണ്ടി പോകുന്നു, സന്ദർശിക്കാൻ വേണ്ടി പോകുന്നു. അദ്ദേഹത്തിന്റെ വീടിന്റെ ഉള്ളറയിൽ കിടപ്പിലാണ്, രോഗത്തിന് അടിമപ്പെട്ടുകൊണ്ട് കിടക്കുന്ന മനുഷ്യനാണ്. ആ മനുഷ്യനെ സന്ദർശിക്കാൻ വേണ്ടി പോകുന്നു. ഈ മനുഷ്യൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഈ മനുഷ്യൻ തന്റെ കൂട്ടുകാരനെ സന്ദർശിക്കാൻ പോകുന്ന വഴിയില് അള്ളാഹു അതാ ഒരു മലക്കിനെ നിശ്ചയിച്ചു കൊടുക്കുന്നു. ഒരു മലക്കിനെ അള്ളാഹു വഴിയിൽ നിശ്ചയിച്ചു കൊടുക്കുന്നു. ഈ ചെറുപ്പക്കാരൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി തന്റെ കൂട്ടുകാരനെ സന്ദർശിക്കാൻ അതാ വണ്ടിയിലേക്ക് കയറുന്നു. ആ വണ്ടിയിലൂടെ പോകുന്ന സമയത്ത് ഈ മലക്ക് നിൽക്കുന്ന സ്ഥലത്തെത്തിയപ്പോ അവിടെ ഏതാ മനുഷ്യനെ മലക്ക് കണ്ടുമുട്ടുകയാണ്. ആ മനുഷ്യനും മലക്കും തമ്മിൽ മനുഷ്യകോലം പ്രാപിച്ച മലക്കാണ്. ആ മനുഷ്യകോലം പ്രാപിച്ച മലക്ക് ആ മനുഷ്യനെ കണ്ടുമുട്ടുന്നു. ആ മലക്ക് ചോദിക്കുന്നു, അയിന തുരീദു യാ ഫുലാൻ, മനുഷ്യനെ എങ്ങോട്ടാണ് പോകുന്നത്? എവിടെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പോകുന്നത്? ആ സമയത്ത് ആ മനുഷ്യൻ പറയുന്നു, ഇന്നാലിന്റെ നാട്ടിൽ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. അയാൾ രോഗത്തിന് അടിമപ്പെട്ട് കഴിയുകയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ രോഗിയായി കഴിയുകയാണ്. പുറത്തിറങ്ങാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി ഞാൻ പോവുകയാണെന്ന് പറയുമ്പോ മലക്ക മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്, അയാളിൽ നിന്ന് വല്ല നേട്ടവും നിനക്ക് കിട്ടാനുണ്ടോ? ആ രോഗിയായ മനുഷ്യനെ പോയി സന്ദർശിച്ചാല് അയാളിൽ നിന്ന് വല്ല ഔദാര്യവും നിനക്ക് ലഭിക്കുമോ? അയാൾ നിനക്ക് വല്ല പണവും തരുമോ? വല്ല സ്ഥാനവും നിനക്ക് തരുമോ? അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിനക്കുള്ള നേട്ടം നിനക്ക് ലഭിക്കുമോ? ഈ സമയത്ത് ആ മനുഷ്യൻ പറയുന്നു, അയാളെ സന്ദർശിക്കുന്നത് കൊണ്ട് അയാളിൽ നിന്ന് എനിക്കൊരു ഔദാര്യവും പ്രതീക്ഷയില്ല, ഒരു നേട്ടവും എനിക്ക് പ്രതീക്ഷയില്ല. അയാളെ സമ്പത്തിലേക്ക് ഞാൻ നോട്ടം വെക്കുന്നില്ല. അയാൾ എന്നെ പരിഗണിക്കുമെന്നതിലേക്ക് നോട്ടം വെക്കുന്നില്ല. ആളുകൾ എന്നെ കുറിച്ച് പറയുമല്ലോ, നല്ല അഭിമാനത്തോടെ പറയുമല്ലോ, ഞാൻ അതൊന്നും നോക്കുന്നില്ല. അല്ലാഹുവിന്റെ മാർഗത്തിൽ ആ മനുഷ്യനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അന്യനാട്ടിലാണ് അയാളുള്ളത്, രോഗിയായി കഴിയുന്ന മനുഷ്യനാണല്ലോ. അയാളെ ഹൃദയം കൊണ്ട് ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അയാളെ ഞാൻ സന്ദർശിക്കാൻ പോകുന്നത്. ഈ സമയത്ത് മലക്കയാളോട് പറയുന്നുണ്ട്, ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണ്, മലക്കാണ്, മനുഷ്യകോലം പടച്ചുകൊണ്ട് വന്നിട്ടുള്ളൊരു മലക്കാണ് ഞാൻ. അല്ലാഹു നിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. രോഗിയായ എന്റെ കൂട്ടുകാരൻ അന്യനാട്ടിലാണ് കഴിയുന്നതെങ്കിലും ഒരു ഔദാര്യവും പ്രതീക്ഷിക്കാതെ അയാളെ സന്ദർശിക്കാനുള്ള മനസ്സ് നീ വെച്ചല്ലോ, അയാളെ സന്ദർശിക്കാൻ വേണ്ടി നീ പുറപ്പെട്ടല്ലോ. ഹൃദയം കൊണ്ട് അയാളോടുള്ള സ്നേഹം മുറിക്കാതെ അയാളിലേക്ക് ചെന്ന് ചേരാനുള്ള താല്പര്യത്തിൽ നീ പുറപ്പെട്ടുവല്ലോ. അതുകൊണ്ട് ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു, അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടുന്നുവെന്ന് ആ മലക്കയാളോട് പറഞ്ഞു കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ തിരുഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണം നിങ്ങള്, അന്യനാട്ടിലുള്ള നമ്മുടെ സഹോദരൻ രോഗിയായി കഴിയുമ്പോ അയാളെ സന്ദർശിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടെങ്കിൽ, അയാൾക്കുള്ള വല്ലതും ചികിത്സയ്ക്ക് വേണ്ടത് കൊടുക്കാനുള്ള മനസ്സ് നമുക്കുണ്ടെങ്കിൽ, നമ്മെ നിരീക്ഷിക്കാൻ അല്ലാഹു മലക്കിനെ പറഞ്ഞയക്കുന്നു. മലക്കിന്റെ ഭാഗത്തിൽ നിന്ന് സന്തോഷത്തിന്റെ വാക്കുകൾ പകർന്നു തരുന്നു. അല്ലാഹു അയാളെ ഇഷ്ടപ്പെടുന്നുവെന്ന ഒരു സന്തോഷത്തിന്റെ വാക്ക് മലക്കിന്റെ നാവ് കൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നു. അൽഹംദുലില്ലാഹ്, നമുക്ക് രക്ഷപ്പെടാനത് മതിയല്ലോ. അതുകൊണ്ട് നമ്മുടെ പാവപ്പെട്ട രോഗികളെ നമ്മൾ സഹായിക്കണേ.
പാപങ്ങളായി നമ്മൾ തിരസ്കരിച്ചു മാറ്റരുത്. അവങ്ങളൊന്നും അല്ലാത്തവരാന്ന് പറഞ്ഞ പോലെ മാറ്റി നിർത്തരുത്. ഓരോ നമ്മൾ പരിഗണിക്കണം, അവജ്ഞത ചെയ്യരുത്, നമ്മളെ പരിഗണിക്കാതെ അവഗണിക്കരുത്. അവരെയാണ് നമ്മൾ കൂടുതൽ പരിഗണിക്കേണ്ടത്. പുണ്യനബിയുടെ കാലത്ത് മദീനത്തെ പള്ളി അടിച്ചുമാറിയിരുന്ന ഒരു കറുത്ത സ്ത്രീ ഉണ്ടായിരുന്നു. മദീനത്തെ പള്ളി അടിച്ചുമാറുന്ന, അവിടുത്തെ എല്ലാം വൃത്തിയാക്കുന്ന ഒരു കറുത്ത സ്ത്രീ ഉണ്ടായിരുന്നു. ഈ കറുത്ത സ്ത്രീ അതാ ഒരു ദിവസം ആ സഹോദരിയെ കാണാതെ വന്നപ്പോ പുണ്യനബി സ്വഹാബത്തിനോട് ചോദിച്ചു, സ്വഹാബ, നമ്മുടെ മദീനത്തെ പള്ളി അടിച്ചുമാറിയിരുന്ന ഒരു പെണ്ണുണ്ടായിരുന്നല്ലോ, ഒരു സഹോദരി ഉണ്ടായിരുന്നല്ലോ, അവൾ എവിടെ പോയി? കാണാനില്ലല്ലോ, അവൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോ സ്വഹാബത്ത് പറയുന്നൊരു വർത്തമാനമുണ്ട്, നബിയേ, ആ മഹതിയായ ആ സ്ത്രീയില്ലേ, അവർ കറുത്ത പെണ്ണായിരുന്നല്ലോ, ഞങ്ങൾ അത്ര വലിയ സ്ഥാനമൊന്നും കൊടുക്കാതെ, ഞങ്ങൾ അത്ര വലിയ പരിഗണനയൊന്നും കൊടുക്കാതെ നോക്കിക്കണ്ടിരുന്ന ആ കറുത്ത പെണ്ണ് മരിച്ചു പോയിട്ടുണ്ട് നബിയേ, ഇന്നലെ മരിച്ചുപോയി. ആ സഹോദരി ഇന്നലെ മരിച്ചുപോയി. പുണ്യനബിയുടെ മുഖം മാറി. നിങ്ങൾ അവഗണിക്കേ? പാപങ്ങളല്ലേ, ചേർത്ത് പിടിക്കേണ്ടവരല്ലേ, അവരെ അവഗണിക്കേണ്ടതല്ലോ, അവരെ ചേർത്ത് പിടിക്കേണ്ടതാണല്ലോ. അതുകൊണ്ട് പുണ്യനബിയോട് സ്വഹാബ പറഞ്ഞു, ആ സഹോദരി മരിച്ചുപോയി നബിയേ. പുണ്യനബി തിരിച്ചു പറയുന്നുണ്ട്, അഫലാ ആദൻതുമൂനി, ആ സഹോദരി മരിച്ചപ്പോ എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നോ സ്വഹാബ? ആ സഹോദരി മരിച്ച വർത്തമാനം എന്നോടൊന്ന് അറിയിച്ചു തന്നുകൂടായിരുന്നോ സ്വഹാബ? അതുകൊണ്ട് ദുല്ലൂനി അലാ ഖബരിഹാ, സഹോദരി എവിടെയാണ് മറമാടിയിട്ടുള്ളത്? ആ ഖബർ എനിക്ക് കാണിച്ചു തരണം. ഖബറിന്റെ അടുക്കൽ പോകുന്നു, പുണ്യനബി പ്രാർത്ഥന നടത്തുന്നു. പാവങ്ങളെ പരിഗണിക്കണം. അവർ പാവങ്ങളാണ്, ഒന്നിനും പറ്റാത്തവരെന്ന് മാറ്റി നിർത്തരുത്. അവരിലൂടെ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കിട്ടാനുണ്ട്. അത് മനുഷ്യനെന്ന് മാത്രമല്ല, മനുഷ്യരല്ലാത്ത ജീവികൾക്കും നമ്മൾ വല്ലതും കൊടുത്തതിനൊക്കെ കൂലുണ്ട്. എല്ലാ പച്ചയായ ഹൃദയമുള്ള ശരീരമുള്ള എല്ലാത്തിനും കൂലുണ്ട്. പുണ്യനബിയുടെ കാലത്ത് മദീനത്ത് ഒരു സഹോദരി ഉണ്ടായിരുന്നല്ലോ. ആ സഹോദരി അതാ ദാഹിച്ചവശയായ ഒരു നായക്ക് ഭക്ഷണം കൊടുത്തതിന്റെ പേരില്, നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരില് ഒരു സഹോദരൻ കിണറ്റിലിറങ്ങിക്കൊണ്ട് ദാഹിച്ചവശനായ നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരില് സ്വർഗമുണ്ടെന്ന് പുണ്യനബി പഠിപ്പിച്ചില്ലേ? അതേ സമയത്ത് മറ്റൊരു സഹോദരി തന്റെ വീട്ടിലുള്ള പൂച്ചക്ക് അന്നം കൊടുക്കാതെ വീടിന്റെ ഉള്ളറയിൽ കെട്ടിയിട്ടത് കൊണ്ട് അവൾ നരകത്തിലാണെന്ന് പുണ്യനബി പഠിപ്പിച്ചില്ലേ? ഒരു ഭാഗത്ത് മുഹല്ലനായ നജസ്, കഴുകിയാലും വൃത്തിയാകാത്ത, ഒരു നിലക്കും വൃത്തിയാവാത്ത നജസാണ് നായ. ഈ നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ സ്വർഗം നേടിയ ഒരു സഹോദരൻ ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് തന്റെ വീടുകളിൽ വളരുന്ന, തന്റെ കാലിന്റെ ഇടയിലൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കുന്ന പൂച്ചക്കുഞ്ഞ്, ഈ പൂച്ചക്ക് ഭക്ഷണം കൊടുക്കാത്തതിന്റെ പേരില്, വീട്ടിൽ ആ പൂച്ചയെ കെട്ടിയിട്ടതിന്റെ പേരില് നരകം നേടിയ ഒരു സഹോദരിയും. മനുഷ്യന്മാർക്ക് മാത്രമല്ല, ജീവനുള്ള ഏതൊരു ജീവനുണ്ടോ അതിനൊക്കെ കൊടുത്ത കൂലുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, പാവങ്ങളെ നമ്മൾ പരിഗണിക്കണം, എല്ലാവരെയും നമ്മൾ പരിഗണിക്കണം. പരിഗണനയോടുകൂടെ നമ്മൾ മുന്നോട്ട് പോകണം. ഒരു സഹോദരി, പുണ്യനബിയുടെ കാലത്ത് ഒരു ജൂത സഹോദരി ഉണ്ടായിരുന്നു. ആ ജൂത സഹോദരി പുണ്യനബി വരുന്ന സമയത്ത് അവിടേക്ക് അടിക്കാട്ടുകൾ ഇടും. പുണ്യനബി നടന്നു വരുമ്പോ അടിക്കാട്ടുകൾ കൊണ്ടുവന്നിടും. പലപ്പോഴും കാർക്കിച്ചു തുപ്പിയിരുന്നു. ഈ കാർക്കിച്ചു തുപ്പിയ ജൂത സഹോദരി ഒരു ദിവസം ആ വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് പുണ്യനബി ആ സഹോദരിയെ കണ്ടില്ല. സ്വഹാബത്തിനോട് ചോദിച്ചു, സ്വഹാബ, ഇവിടെ ഒരു ജൂത സഹോദരി ഉണ്ടായിരുന്നല്ലോ, ആ സഹോദരി എവിടെ പോയി? വർത്തമാനം എന്താണ്? ആ സമയത്താണ് സ്വഹാബ പറഞ്ഞത്, നബിയേ, ആ സഹോദരി രോഗിയായി വീട്ടിൽ കഴിയുന്നുണ്ടെന്നറിഞ്ഞപ്പോ പുണ്യനബി പറയുന്ന ആ സഹോദരിയുടെ വീട് എവിടെയാണ്? നടന്നു
നടന്നു പോകുന്ന സമയത്ത് വഴികളിലൂടെ അടിക്കാട്ടുകളിടുന്ന ശരീരത്തിലേക്ക് കാക്കിച്ചു തുപ്പിയിരുന്ന ഒരു ജൂത സഹോദരിയാണ്. ഈ ജൂത സഹോദരി രോഗിയാ എന്നറിഞ്ഞപ്പോ പുണ്യനബി അവളെ കുറിച്ച് അന്വേഷിക്കുന്നു, വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നു, രോഗിയെ സന്ദർശിക്കുന്നു. അതോടെ ആ സഹോദരി പരിശുദ്ധ ദീനിലേക്ക് കടന്നു വരുന്നു. നോക്കണം, നമ്മുടെ മതമല്ലാഞ്ഞിട്ട് പോലും, ജൂത സഹോദരിയായിട്ട് പോലും, അതവിടെ നിൽക്കട്ടെ, ദ്രോഹിച്ചതായിട്ട് പോലും അവരൊക്കെ പരിഗണനയോടുകൂടിയാണ് പുണ്യനബി കണ്ടത്. വലിയ ഭാഗ്യ. അതുകൊണ്ട് നമുക്ക് കഴിയുന്ന രൂപത്തിൽ സഹായിക്കുക, സഹകരിക്കുക പാവങ്ങളായ രോഗികൾക്ക്. ഒന്നും കഴിയില്ലെങ്കിൽ നല്ല വാക്കുകൊണ്ട് ആശ്വസിപ്പിക്കുക. രോഗികളെ പോയി സന്ദർശിക്കുക, നല്ല വാക്കുകളെ കൊണ്ട് ആശ്വസിപ്പിക്കുക. പുണ്യനബി പഠിപ്പിക്കുന്നുണ്ടല്ലോ, ഇന്ന ഫിൽ ജന്നത്തി ഖസ്റാ, സ്വർഗ്ഗത്തിലൊരു കൊട്ടാരമുണ്ട്. സ്വർഗ്ഗത്തെ കുറിച്ച് പുണ്യനബി ഇങ്ങനെ വിവരിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്ന ഫിൽ ജന്നത്തി ഖസ്റാ, സ്വർഗ്ഗത്തിലൊരു കൊട്ടാരമുണ്ട്. യുറാ ളാഹിറുഹാ മിൻ ബാതിനിഹാ വബാതിനുഹാ മിൻ ളാഹിരിഹാ. അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാലും പുറത്തു നിന്ന് ഉള്ളിലേക്ക് നോക്കിയാലും ഒരുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ കഴിയുന്ന ഒരു ചില്ലുകൊട്ടാരം അല്ലാഹു സ്വർഗ്ഗത്തിൽ സംവിധാനിച്ചിട്ടുണ്ട്. ചില്ലുകൊട്ടാരമാണ് അല്ലാഹു സ്വർഗ്ഗത്തിൽ സംവിധാനിച്ചിട്ടുണ്ട്. ഈ കൊട്ടാരത്തെ കുറിച്ച് ബഹുമാനപ്പെട്ട അബൂ മാലിക് അശ്അരി തങ്ങൾ ചോദിക്കുന്നുണ്ട്, ലിമൻ ഹിയ യാ റസൂലല്ലാഹ്, നബിയെ ആർക്ക് വേണ്ടിയാണ് ഈ ചില്ലുകൊട്ടാരം അല്ലാഹു പടച്ചത്? ആർക്ക് വേണ്ടിയാണ് ഈ ചില്ലുകൊട്ടാരത്തെ അല്ലാഹു പടച്ചത്? ഈ സമയത്ത് പുണ്യനബി പറയുന്നു, ലിമൻ അതാബൽ കലാം, ആളുകളോട് നല്ല സംസാരം നടത്തുന്നവരെ, ആളുകളെ വിഷമിപ്പിക്കാതെ, ആളുകളെ വേദനിപ്പിക്കാതെ, പ്രയാസമുണ്ടാക്കുന്ന വാക്കുകളില്ലാതെ നാവിനെ സൂക്ഷിച്ച് അവന്റെ ജീവിതത്തെ വിശുദ്ധമാക്കി ജീവിക്കുന്ന നല്ല മനുഷ്യരില്ലേ, അവർക്ക് വേണ്ടിയാണ് അല്ലാഹു സ്വർഗ്ഗത്തിലൊരു ചൊല്ലുകൊട്ടാരം പണിതിട്ടുള്ളതെന്ന് അല്ലാഹുവിന്റെ തിരു ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല വാക്കുകൾ നമ്മൾ പറയണം, നല്ല രൂപത്തിൽ ആളുകളുമായി പെരുമാറുക, പാവങ്ങളായ രോഗികളെ സന്ദർശിക്കുക, പരിഗണിക്കുക. ദീന് വലിയ സ്ഥാനമാണ് അതിന് കൊടുത്തിട്ടുള്ളത്. പണ്ട് പുണ്യനബി മക്കയിലായിരിക്കുന്ന കാലത്ത് അവിടെ ഒരു സദ്യ നടന്നു, വലിയൊരു സദ്യ. ഒട്ടകത്തെ കറുത്ത് പാകം ചെയ്ത് ആളുകൾക്ക് നല്ല ഭക്ഷണം പാകം ചെയ്യുന്നൊരു സദ്യ. ആ സദ്യയിലേക്ക് നാട്ടിലുള്ള പാവങ്ങളായ യതീമുകളും അനാഥരും അഗതികളും അതിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെല്ലുന്നു. അതിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പാവങ്ങൾ ചെല്ലുന്ന സമയത്ത് അവിടെയുള്ള ആളുകളതാ പാവങ്ങളെ ആട്ടി ഓടിക്കുകയാണ്. അവർക്ക് അന്നം കൊടുക്കുന്നില്ല. നാട്ടിലെ പ്രമാണിമാര്, നാട്ടിലെ പേരുകേട്ടവര്, നാട്ടിൽ സ്ഥാനമുള്ളവര്, അവരെ മാത്രം പരിഗണിച്ചുകൊണ്ട് പാവങ്ങളെ ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ള ഒരു സദ്യ ഇവിടെ വിളമ്പിയപ്പോ അതിനെക്കുറിച്ച് അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞല്ലോ, ദീന് കൊണ്ട് കളമാക്കുന്നവർ ആരെന്ന് നബിയെ നിങ്ങൾക്കറിയുമോ? യതീമിനെ തട്ടിമാറ്റുന്നവനാണവര്, യതീമിനെ ആട്ടിയോടിക്കുന്നവനാണവര്, യതീമിനെ പരിഗണിക്കാത്തവരാണവര്. ഒരു നേരത്തെ അന്നം പോലും കൊടുക്കാതെ, ഒരു നേരം അവരെ പരിഗണിക്കാതെ അവജ്ഞയോടുകൂടി അവരെ മാറ്റി നിർത്തുന്നുവെങ്കിൽ അവരെ കുറിച്ച് ഖുർആൻ പറയുന്നു, ദീന് കൊണ്ട് കളമാക്കുന്നവര് യതീമിനെ അവഗണിച്ചുകൊണ്ട് പാവങ്ങൾക്ക് ഒരു നേരം അന്നം കൊടുക്കാൻ മടി കാണിക്കുന്നവരില്ലേ, അവരാണ് ദീന് കൊണ്ട് കളമാക്കുന്നതെന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ ആയത്തിറക്കി കൊടുക്കുകയാണ്. പാവങ്ങളെ ചേർത്ത് പിടിക്കലാണ് ആവശ്യം. അവരെ നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിയണം. ഇതാണ് ഇവിടെ സഹചാരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വലിയ ബാധ്യതയൊന്നും ഉണ്ടാകൂല. ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴേക്ക് തന്നെ അത് കിട്ടുന്ന ആളുകൾക്ക് വലിയ നേട്ടമായിരിക്കും. ഒരു 500 രൂപ, നമ്മളൊരു 500 രൂപ കൊടുക്കുന്നെങ്കിൽ ഇത് കിട്ടുന്ന ആൾക്ക് വലിയ കിട്ടലാണ്. കാരണം ഒന്നുമില്ലാതെ കുടുങ്ങി നിൽക്കുക. ആ സമയത്താണ് ഒരു 500 രൂപ വരെ കൈക്കാണ് വരുന്നത്. അൽഹംദുലില്ലാഹ്, അത് സ്തുതിച്ചാൽ അവർക്ക് തീരാത്ത പറഞ്ഞുകൊണ്ട് ഒരുപാട് ദുആ ലഭിക്കുന്ന വലിയൊരു മാർഗമല്ലേ. രോഗിക്ക് ഒരു നേരത്തെ ചികിത്സക്ക് ആവശ്യമായത് കൊടുക്കുക, വലിയ ഭാഗ്യമാണത്.
വലിയ ഭാഗ്യമാണത്. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മളത് എടുത്തു വെക്കരുത്. പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ, ജനങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ കൊടുക്കണേ. വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. വയലെന്ന നരകം നിസ്കരിക്കുന്നവർക്കെന്ന് പറഞ്ഞിട്ട് നിസ്കാരത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധ കാണിച്ച് അല്ലദീനഹും യുസല്ലൂന അതിന്റെ സമയത്ത് നിസ്കരിക്കാതെ സമയത്തെ പിന്തിപ്പിച്ച് നിസ്കരിക്കുന്നവരെ തീർന്നില്ല, അവിടെ നിർത്തിയില്ല. വയലെന്ന നരകത്തെ കുറിച്ച് വീണ്ടും പറയുന്നുണ്ട്, അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീനഹും യുറാഊന വയംനഊനൽ മാഊൻ. ജനങ്ങൾക്ക് കിട്ടാനുള്ള അത്യാവശ്യവും നിസ്സാരവുമായ വസ്തുക്കള് ശറഅ് നോക്കിയാൽ കാണാൻ കഴിയും. കൽ ഇബ്റത്തി, സൂചി പോലത്തത്. സൂചി ഇത്ര വലിയ സാധനമൊന്നല്ല, സൂചി തന്നെ സാധനത്ര വലിയ സാധനമൊന്നല്ല. അതുപോലെ തന്നെ കൽ ഖിദരി, കലം, പാത്രം, കൽ ഖിസ്അത്തി, പ്ലേറ്റ്, ഫൽ ഫഅ്സി, കോടാലി, ഇങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങള് വളരെ അത്യാവശ്യമുള്ളത്. ജനങ്ങൾക്കത് കിട്ടിയാലോ അതിന്റെ ഉപകാരം വലുതാണ്. അതവരെ കൈകളിലേക്ക് വരുമ്പോൾ അതിന്റെ ഉപകാരങ്ങൾ വലുതാണ്. ഇങ്ങനെ അത്യാവശ്യമുള്ള വളരെ നിസ്സാരമായ സാധനങ്ങള് അത് ജനങ്ങൾക്ക് കൊടുക്കാതെ കയ്യിലെടുത്തു വെക്കുന്ന ആളുകളില്ലേ, ഫവൈലുൽ ലിൽ മുസല്ലീൻ. വൈലെന്ന നരകം നിസ്കരിക്കുന്നവർക്ക് മാത്രമല്ല, അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീനഹും യുറാഊന വയംനഊനൽ മാഊൻ. അത്യാവശ്യവും നിസ്സാരവുമായ ചെറിയ ചെറിയ കാര്യങ്ങള് അത് കൊടുക്കാതെ എടുത്തു വെക്കുന്നവരില്ലേ, അവർക്കും വൈലെന്ന നരകമുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. കയ്യിലുള്ളതനുസരിച്ച് നമ്മൾ കൊടുക്കണം. നമ്മുടെ ബാധ്യതയാണത്, അത് നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ ബാധ്യതയാണത്. അമ്മൽ യതീമ ഫലാ തഖ്ഹർ. പാവപ്പെട്ട യതീമുകൾ നിങ്ങളെ മുമ്പിൽ വരുമ്പോ അവരെ ആട്ടി ഓടിക്കരുത്, പാവങ്ങളെ നിങ്ങൾ ആട്ടി ഓടിക്കരുത്. അമ്മസ്സായില ഫലാ തൻഹർ. ആവശ്യമുള്ളവൻ ചോദിച്ചു വരുന്ന സമയത്ത് അവനെ മാറ്റി നിർത്തരുത്. നിങ്ങള് നാട്ടിൽ പേര് കേട്ട ഏറ്റവും വലിയ ചുവപ്പ് ഒട്ടകത്തിന്റെ പുറത്തൊരാൾ വന്ന്, ചുവപ്പ് കുതിരയുടെ പുറത്തൊരാൾ വന്നിറങ്ങിയിട്ട് എനിക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞ് യാചിക്കുന്നുവെങ്കിൽ അവനിക്കും വേണ്ടത് കൊടുക്കണമെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് കേട്ട ബെൻസിൽ വന്നിറങ്ങിയിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ നല്ലൊരു ഫോർച്യൂണറിൽ വന്നിറങ്ങിയിട്ടുണ്ടാവാം, പേര് കേട്ട നല്ലൊരു വണ്ടിയിൽ വന്നിറങ്ങിയിട്ട് ഇവിടെ വന്ന് യാചിക്കുന്നുവെങ്കിൽ അമ്മൽ യതീമ ഫലാ തഖ്ഹർ വഅമ്മസ്സായില ഫലാ തൻഹർ. നിരാശയോടെ മടക്കി വിടരുത്. എന്തെങ്കിലുമൊക്കെ കൊടുക്കാം, യാചിക്കണീന്റെ ഫലം അത് വേറെ, ആ ഭാഗത്തേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞ പാവങ്ങളെ നമ്മൾ പരിഗണിക്കണം. ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ളത് നമ്മൾ ചെയ്തു കൊടുക്കുക, ആവശ്യക്കാരെ കണ്ടറിയുക, അവരുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുക. അതാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, ഹജാരിയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നതാണല്ലോ. പാവങ്ങളെ കണ്ടുപിടിക്കുന്നു, നാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുന്നു. മരുന്നാണ് വേണ്ടതെങ്കിലും മരുന്ന് കൊടുക്കുന്നു. അതല്ലാവർക്ക് വേണ്ടത് വാഹന സൗകര്യമാണ്, ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള വാഹന സൗകര്യമാണെങ്കിൽ അതിനുള്ള മാർഗം ചെയ്തു കൊടുക്കുന്നു. വീൽ ചെയറാണ് വേണ്ടതെങ്കിൽ അത് ചെയ്തു കൊടുക്കുന്നു. അതല്ല വാക്കറാണ് വേണ്ടതെങ്കിൽ അത് ചെയ്തു കൊടുക്കുന്നു. ആവശ്യങ്ങൾ കണ്ടറിയുന്നു, ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അൽഹംദുലില്ലാഹ്, നല്ലൊരു സംവിധാനം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആവുന്ന രൂപത്തിൽ നിങ്ങൾ സഹായിക്കണേ. ഇവിടെ എത്ര സന്നദ്ധ പ്രവർത്തകർ ഇവിടെ ഉണ്ടായിരുന്നാലും അതൊന്നും രോഗികളെ സംബന്ധിച്ച് മതിയാകാത്ത അവസ്ഥയാണ്. ഇന്ന് 10 രോഗികളാണെങ്കിൽ നാളേക്കത് 20 എണ്ണമായി അധികരിക്കുന്ന കാലം. പിറ്റേ ദിവസമാകുമ്പോഴേക്കത് 30 എണ്ണമാകുന്നു. ഇവിടെ സഹചാരി പ്രവർത്തിക്കുന്നു, പള്ളിയരെ റിലീഫ് സെല്ല് പ്രവർത്തിക്കുന്നു, കാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ പലതും നടക്കുന്നുണ്ട്. ഇതൊക്കെ പ്രവർത്തിച്ചിട്ടും രോഗികൾക്ക് മതിയാകുന്നില്ല. രോഗികൾ ഇപ്പോഴും ബാക്കിയാണ്. ഇനിയും ഒരുപാട് സംവിധാനം ഇവിടെ കൊണ്ടുവന്നാലും ഇവിടെ രോഗികൾക്ക് മതിയാകാത്ത അവസ്ഥയാണല്ലോ. അതുകൊണ്ട് പാവങ്ങൾക്ക് കഴിയുന്ന രൂപത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കണം, ആവുന്ന രൂപത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കുക. വലിയ നേട്ടമാണ് അവർക്ക് കിട്ടുന്നത്. പുണ്യനബി പഠിപ്പിക്കുന്നു, പാവപ്പെട്ട യതീമുകൾക്ക്, പാവപ്പെട്ട വിധവകളായ ആളുകൾക്ക് അവർക്ക് വയറ് നിറച്ച് തിന്നാൻ നിങ്ങൾ കൊടുക്കണേ.
പാവപ്പെട്ട ഒരു കുട്ടി നാട്ടിലുണ്ടെങ്കിൽ ഒരു വാപ്പയിൽ നിന്ന് കിട്ടുന്ന വാത്സല്യം എന്തോ ആ വാത്സല്യം നിങ്ങൾ ആ കുട്ടിക്ക് ചെയ്തു കൊടുക്കണേ. കുട്ടിക്ക് വേണ്ട മദ്രസ പുസ്തകങ്ങള്, സ്കൂൾ പുസ്തകങ്ങള്, ബാഗുകള്, അതുപോലെ തന്നെ സ്കൂളിലേക്കും മദ്രസയിലേക്കും ആവശ്യമായ സംവിധാനങ്ങള്, സൗകര്യങ്ങള് നിങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ആ യതീമായ കുട്ടിയുടെ വാപ്പയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങളൊരു ഭർത്താവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട്, വാത്സല്യനിധിയായ ഭർത്താവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് വിധവയായ ഒരു പെണ്ണിനെ നിങ്ങൾ സഹായിച്ചാൽ പുണ്യനബി പഠിപ്പിക്കുകയാണ്, പാവപ്പെട്ട യതീമായ കുട്ടിക്ക് ഒരു വാപ്പയുടെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ ചെയ്തു കൊടുത്താൽ വിധവയായ ഒരു സഹോദരിക്ക് തന്റെ വാത്സല്യനിധിയായ ഭർത്താവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആവുന്ന രൂപത്തിൽ സഹായങ്ങൾ ചെയ്തു കൊടുത്താൽ ദുനിയാവിന്റെ ലോകത്ത് ജീവിക്കുന്ന കാലത്ത് ഓരോ ശ്വാസവും നീ വലിച്ച് പുറത്തേക്ക് വിടുമ്പോ ആ ശ്വാസത്തിന് പകരമായി പുണ്യനബി പഠിപ്പിക്കുന്നു അവനക്ക് സ്വർഗത്തിൽ അല്ലാഹു ഓരോ കൊട്ടാരങ്ങൾ സംവിധാനിച്ചു കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ തിരു ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ ഭാഗ്യമാണത്. തീർന്നില്ല. കുല്ലു ഖസ്റിൻ ഖൈറുൻ മിനദ് ദുനിയാ വമാ ഫീഹാ. ദുനിയാവിൽ നിങ്ങൾ ശ്വാസം വലിച്ചു വിടുന്നതിന് പകരം നാളെ സ്വർഗത്തിൽ അല്ലാഹു കൊട്ടാരം പണിതു കൊടുക്കുന്നു. ഈ കൊട്ടാരമാണെങ്കിലോ ദുനിയാവിലുള്ള സർവ്വതും നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും മഹോത്തരമാണ് അതിൽ ഒരു കൊട്ടാരം തന്നെയെന്ന് അള്ളാഹുവിന്റെ തിരു ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്, ഇത്തരം നല്ല സംവിധാനത്തിലൂടെ ഇവിടെ നടക്കുന്നത്. പാവങ്ങളെ കണ്ടെത്തുന്നു, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു, പാഠപുസ്തകങ്ങൾ കൊടുക്കുന്നു, അതുപോലെ തന്നെ രോഗികൾക്ക് ചികിത്സാ സഹായങ്ങൾ കൊടുക്കുന്നു, മകളെ കെട്ടിക്കുന്ന സമയത്ത് ആവശ്യമുള്ളത് നമ്മൾ ചെയ്തു കൊടുക്കുന്നു. അൽഹംദുലില്ലാഹ്, നല്ല പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. വലിയ ഭാഗ്യാണത്. ആഖിറത്തിലേക്കുള്ള വലിയൊരു നേട്ടമാണ്. ഒരു നല്ലൊരു ഡെപ്പോസിറ്റാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂട്ടത്തിൽ ആരും കഷ്ടപ്പെടാൻ പാടില്ല, പ്രയാസപ്പെടാൻ പാടില്ല. അവർ നിർബന്ധ ബുദ്ധി നമുക്കുണ്ടാകണം. ഞങ്ങളിവിടെ ഉണ്ടാകുമ്പോ നാട്ടിലൊരാൾ കഷ്ടപ്പെടരുത്. ആവശ്യമുള്ളത് നമ്മൾ ചെയ്തു കൊടുക്കണം. ആളുകളുടെ ആവശ്യങ്ങൾ നമ്മൾ കണ്ടറിയണം. വേണ്ടത് നമ്മൾ ചെയ്തു കൊടുക്കണം. ഒരുപക്ഷെ അവർ നമ്മെ സമീപിച്ചു കൊള്ളണമെന്നില്ല, ലെറ്റർ പേഡിൽ എഴുത്തു വന്നു കൊള്ളണമെന്നില്ല, അവരുടെ ഭാഗത്തു നിന്നുള്ള അപേക്ഷ നമുക്ക് വന്നുകൊള്ളണമെന്നില്ല. ആളുകളെ കണ്ടറിഞ്ഞുകൊണ്ട് ചെയ്തു കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അൽ മുസ്ലിമു ലിൽ മുസ്ലിമി കൽ ബുന്യാൻ. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ ഒരു കെട്ടിടം പോലെയാണ്. യശുദ്ധു ബഅദുഹും ബഅദാ. അതിന്റെ ചില ഭാഗങ്ങൾ മറ്റു ഭാഗത്തെ ശക്തിപ്പെടുത്തുന്നത് പോലെ ഒരു ഭാഗത്ത് വല്ല തകരാറ് വന്നാൽ ആ ബിൽഡിങ്ങിനെ മൊത്തത്തിൽ ബാധിക്കുന്ന രൂപത്തില് ഒരു മുസ്ലിങ്ങൾ പരസ്പരം കെട്ടിടങ്ങളെ പോലെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതങ്ങനെ തന്നെ നിലനിൽക്കണം. എവിടെയെങ്കിലും കേടുപാടുകൾ വന്നാൽ അത് ആ ബിൽഡിങ്ങിനെ മൊത്തം ബാധിക്കുന്ന രൂപത്തിൽ എന്ന് പറഞ്ഞാൽ ആർക്കും രോഗികളായി ആരും വിഷമിക്കരുത്. അവർക്ക് വേണ്ടത് നമ്മൾ ചെയ്തു കൊടുക്കണം. അഥവാ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ വിഷമത്തിൽ നമ്മളും പങ്കുചേരണം. അങ്ങനെയാണ് നമ്മൾ കഴിയേണ്ടത്. അൽഹംദുലില്ലാഹ്, നമ്മുടെ പണം നമ്മുടെ ദീനിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുമ്പോൾ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ. നമുക്ക് വലിയ നേട്ടങ്ങളാണല്ലോ കിട്ടുന്നത്. സ്വഹാബത്ത് അങ്ങനെയല്ല ചെയ്തത്. ദീനിൻ്റെ മാർഗത്തിൽ പുണ്യനബി ചോദിക്കുമ്പോഴേക്ക് മടികൂടാതെ കൊണ്ടുവന്നു കൊടുത്തിരുന്നവരല്ലേ സ്വഹാബ. ദീനിന്റെ ആവശ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് പുണ്യനബി എന്ത് ചോദിച്ചാലും ഒരു മടിയുമില്ലാതെ കൊണ്ടുവന്ന് കൊടുത്തിരുന്നവരല്ലേ സ്വഹാബ. അറിയില്ലേ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത് ഇറങ്ങുന്നു, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സ്വത്തേതോ ആ സമ്പത്ത് ദീനിന്റെ വഴിയിൽ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ നന്മയെ എത്തിക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് ഇറങ്ങുന്നു. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഏതാ? ആ ഇഷ്ടപ്പെടുന്നതിന് ദീനിന്റെ വഴിയിൽ നിങ്ങൾക്ക് ചെലവഴിക്കാൻ കഴിയണം. അതിനെ ചെലവഴിക്കാത്ത കാലത്തോളം നിങ്ങൾ നന്മയെ എത്തിക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങുന്നു. ഉടനെ തന്നെ ബഹുമാനപ്പെട്ട അബൂ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിൽക്കുന്നു. നബിയേ,
ഞാൻ ഒരുപാട് കൃഷിസ്ഥലങ്ങളുള്ള ഒരാളാണ്. ഒരുപാട് സ്ഥലത്ത് ഈത്തപ്പനത്തോട്ടങ്ങളുണ്ട്. ഒരുപാട് ഈത്തപ്പനത്തോട്ടങ്ങൾ എനിക്കുണ്ട്. ആ തോട്ടങ്ങളെ കൂട്ടത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഈത്തപ്പനത്തോട്ടമുണ്ട്. അത് ബൈറുഹ എന്ന ഈത്തപ്പനത്തോട്ടമാണ്. ഞാൻ